ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗീതമായിരിക്കുന്ന ഈ പകൽക്കാലം ഏറെ സ്നേഹിക്കുന്ന പാസ്റ്ററും എബി ഉമ്മൻ, സാം ഐസക്, മറ്റനേക സഹോദരങ്ങൾ ഒന്നിച്ച്, വാത്സല്യ സഹോദരിമാർ ഒക്കെ ഒന്നിച്ച്, കരുത്തരായ ശക്തരായ അനവധി യുവ സേനാനികളെ ഒന്നിച്ച് നല്ലൊരവസരം ലഭിച്ച സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ദീർഘനാളുകളായി പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് ദൈവം വലിയ വെച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിശ്ചയമായിട്ട് ദൈവം അത് ചെയ്യും. അതിനൊരുക്കമാണ്. ഹല്ലേലൂയ. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഞാനിന്നൊരു പ്രത്യേക വിഷയമാണ് എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്, ഈ ഉപവാസപ്രാർത്ഥന ഷെയർ ചെയ്യാനായിട്ട്. ഉപവാസം ഇരിക്കുമ്പോൾ, ഭക്ഷണം വെടിഞ്ഞിരിക്കുമ്പോൾ നല്ല ആത്മീയാഹാരം കഴിച്ച് നമ്മുടെ അകത്തെ വശം ബലപ്പെടണം. അത് നല്ല സമയമാണ്. നമുക്കിനി 1.5 മണിക്കൂർ സമയമുണ്ട്. ഒരു പ്രത്യേക വിഷയമാണ് ഞാനിന്ന് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആദ്യമായിട്ട് നമുക്ക് എടുക്കാം. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിനക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. മതി. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഇഹലോക ശുശ്രൂഷയുടെ വിവിധ രംഗങ്ങളാണ് 4 അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ എഴുത്തുകാർ മനോഹരമായിട്ട് വിരയിച്ചിരിക്കുന്നത്. അതിൽ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രിയനായിരുന്ന, മാറിൽ ചാരിയിരുന്ന യോഹന്നാൻ്റെ സുവിശേഷമാണ് നമ്മളിപ്പോൾ ചിന്തയ്ക്ക് വേണ്ടി എടുത്തത്. തൻ്റെ പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. യേശു കിദ്രോൻ തോട് കടന്ന് ഒരു തോട്ടത്തിൽ പ്രവേശിച്ചു. കഴിഞ്ഞ ദിനങ്ങളിൽ ഞാനിങ്ങനെ വചനം ധ്യാനിക്കുമ്പോൾ എനിക്ക് പല ആശയങ്ങൾ ദൈവൻ്റെ ഉള്ളിൽ തന്നു. ഒത്തിരി ആത്മീയ മേഖലയിൽ കൂടെ പോകാൻ ദൈവനെ സഹായിച്ചു. അതുവരെ പരസ്യമായി വേല ചെയ്ത കർത്താവ് തൻ്റെ ദൗത്യ പൂർത്തീകരണത്തിനായിട്ട്, അല്ലെങ്കിൽ തള്ളപ്പെട്ട്, കൈവിടപ്പെട്ട്, ഉപേക്ഷിക്കപ്പെട്ട് നമുക്ക് വേണ്ടി യാഗമായി തരാനുള്ള അവസാന സമയത്ത് താൻ ഒരുങ്ങുകയാണ്. കർത്താവ് ഒരുങ്ങുന്ന സമയങ്ങൾ വളരെ നിർണായകമാണ്. ആ സംഭവം നടക്കുന്നത് ഈ കിദ്രോൻ തോടിൻ്റെ അക്കരയാണ്. ഭൂമിശാസ്ത്രം പഠിച്ചൊക്കെ അറിയാം. ജെറുസലേം സിറ്റിക്ക് പുറത്ത് ഉള്ള ഒരു ബ്രൂക്കാണ് ഈ കിദ്രോൻ, ബ്രൂക്ക് ഓഫ് കിദ്രോൻ. ഒരു ചെറിയ ഒരു അരുവിയാണത്. അതിൻ്റെ അപ്പുറത്താണ് ഒലിവുമലയുള്ളത്. ചിലർ എഴുതിയിരിക്കുന്നത് ഒലിവുമലയ്ക്ക് പോയെന്നാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു തോട്ടമുണ്ട്. അതാണ് ഗെത്സമന തോട്ടം. കർത്താവിൻ്റെ വെളുപ്പിൻ്റെ വേലയുടെ നിർണായകമായ പലതും സംഭവിച്ച ഒരു വേദിയാണത്. ഗലീലയിലും ഇടയ്ക്ക് ശമര്യയിലും യഹൂദിയിലൊക്കെ മിനിസ്ട്രി പൂർത്തീകരിച്ച് അദ്ദേഹം യെരുശലേമിലെത്തുന്നു. അന്ത്യ അത്താഴം അവിടെ ഒരുക്കുന്നു രഹസ്യമായിട്ട്. യേശു പറഞ്ഞു, ഞാൻ ഏൽപ്പിക്കപ്പെടാൻ വേണ്ടി പോകുകയാണ്, അവരെന്നെ കൊല്ലുകയും ഞാൻ ഉയർക്കുകയും ചെയ്യും. ശിഷ്യന്മാരോട് തന്നെ അന്ത്യ അത്താഴത്തിൽ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി കൊടുത്ത് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള നുറുക്കപ്പെടുന്ന ശരീരമാണ്. പാനപാത്രം എടുത്ത് അനുഗ്രഹിച്ച് അവർ കൊടുത്ത് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന രക്തത്തിൽ ഒരു പുതിയ ഉടമ്പടിയാകും. ദിസ് ഇസ് എ ന്യൂ കവനന്റ് through the blood which is going to be shed for the remission of your sins. പാപമോചനത്തിന് ചൊരിയപ്പെടുന്ന രക്തത്തിൽ ഒരു പുതിയ ഉടമ്പടിയാകും. അങ്ങനെ ആ അന്ത്യ അത്താഴം കഴിഞ്ഞ് കർത്താവ് മുന്നോട്ട് പോകുന്ന രംഗമാണ്. താൻ യെരുശലേം വിട്ടു അതിൻ്റെ അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് നീങ്ങുന്നു. കിദ്രോൻ എന്നൊരു തോട് കടന്നാണ് പോകുന്നത്. ഞാൻ തോടിനെ കുറിച്ച് പഠിച്ചപ്പോൾ
11 പ്രാവശ്യം ബൈബിളിൽ ഈ തോടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആത്മീയ വിഭവങ്ങളിങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു കലവറയാണ് ഈ തോട്. അതിൻ്റെ അർത്ഥം ചിന്തിച്ചപ്പോൾ വളരെ വളരെ ചിന്താർഹമായ പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇതിനെക്കുറിച്ച് വായിക്കുന്നത് അത് വളരെ ഡാർക്കാണ്, ഡേർട്ടിയാണ്, മേർക്കിയാണ്, ടെർബിളാണ്, സോറോഫുള്ളാണ്, ജഡ്ജ്മെൻ്റലാണ്. അവിടെ ആഷസ് ഉണ്ട്, അവിടെ ഡെത്ത് ഉണ്ട്, ഡെഡ് ബോഡി ഉണ്ട്, എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ആ നാട്ടിലെ എല്ലാവിധ അഴുക്കുകളും കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കിദ്രോൻ തോട്. കലങ്ങി മറിഞ്ഞ് ഇരുണ്ട് പലപ്പോഴും ഉപേക്ഷിക്കപ്പെടുന്ന പല കാര്യങ്ങൾ ഒക്കെ കൊണ്ടിടുന്ന ഒരു തോടാണിത്. ഒരുപാട് തോടുണ്ട് ബൈബിളിലല്ലേ. നമുക്കറിയാം കെരീത്ത് തോട്, നല്ല ശുദ്ധമായ വെള്ളം കുറച്ച് കാലത്തേക്ക് കൊടുത്ത തോടാണിത്. കീശോൻ തോടുണ്ട്. ആ തോടെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഏലിയാവ് കള്ളപ്രവാചകന്മാരെല്ലാം വെട്ടിക്കൊന്ന് അവരെ നശിപ്പിച്ചത്. ബെസോർ തോട്, ആ തോടെന്ന് പറയുന്നത് ദാവീദ് തളർന്ന് ക്ഷീണിച്ച് ശത്രുവിനെ പിടിക്കാനായിട്ട് പോകുമ്പോൾ ആ തോട് കടന്നാണ് പോയത്. കുറച്ചവർക്ക് പോകാനും പറ്റിയില്ല, പക്ഷേ അവർക്ക് വലിയ വിജയം കിട്ടി. ഒത്തിരി തോട് ബൈബിളുണ്ട്. പിന്നെ നമുക്കറിയാം കലങ്ങി മറിയുന്ന പർവ്വതങ്ങൾ ഇരച്ച്, വെള്ളം വിരച്ച് കലങ്ങി പർവ്വതങ്ങൾ മറിഞ്ഞ് വീണ് അത് പിന്നെ വെള്ളം വിരച്ച് കലങ്ങി യുദ്ധവും വില്ലും അമ്പും ഒക്കെ ഉള്ള ഭയങ്കരമായ സാഹചര്യത്തിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലമാണെന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട്. ഇതിന് നടുവിൽ ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ സന്തോഷിപ്പിക്കുന്നു. ഇളകി പറയുന്ന ആർത്തലം വന്ന ഈ കൊടുങ്കാറ്റിൻ്റെയും തിരമഴ നടുവിൽ ഒരു ചെറിയ ഒരു തോടുണ്ട്. അതിൻ്റെ ആ നദിയുള്ള തോടുകൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. ഇത് എത്ര മനോഹരം നോക്കുക. അപ്പോൾ ഇവിടെ ഈ കിദ്രോനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒത്തിരി ആത്മീയ മർമ്മം ഗ്രഹിക്കാൻ സാധിക്കും. നമുക്കെടുക്കാം 1 രാജാക്കന്മാർ 15-ാം അധ്യായം 11 പോലുള്ള വാക്യങ്ങൾ വായിക്കാം. ആസ തൻ്റെ പിതാവായ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പുരുഷ മൈഥുനക്കാരെ ദേശത്ത് നിന്ന് പുറത്താക്കി തൻ്റെ പിതാക്കന്മാർ ഉണ്ടാക്കിയിരുന്ന സകല വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞു. തൻ്റെ അമ്മയായ മയഖ അശാരയ്ക്ക് ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് അവൻ അവളെ രാജ്ഞി സ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആസ അവളുടെ മ്ലേച്ഛ വിഗ്രഹം വെട്ടിമുറിച്ച് കിദ്രോൻ തോട്ടിന് അരികെ വെച്ച് ആസ എന്ന രാജാവ് ഭരണമേറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ റിഫർമേഷൻ, ദൈവജനം ദൈവത്തെ വിട്ട് പിന്മാറി 10 ഗോത്രക്കാരെ കാളെ ആരാധിക്കുന്നു, ദൈവകോപത്തിന് ഒരു പാത്രമാകുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു ലോകൈക സാമ്രാജ്യമായ അസ്സീറിയ എഴുന്നേറ്റ് വരുന്നു. അവർ ലോകമെല്ലാം പിടിച്ചടക്കി ഇങ്ങനെ വരുമ്പോൾ ഈ ചെറിയ രാജ്യമായ യഹൂദയിലെ കുറേ രാജാക്കന്മാർ ഭക്തിയോടെ ദൈവത്തെ സേവിച്ചത് കൊണ്ട് അവർക്കത് സംഭവിച്ചില്ല. അതിലൊരു നല്ല രാജാവാണ് ആസ. അദ്ദേഹം ചെയ്ത കാര്യം വളരെ മനോഹരമാണ്. ഒരുപാട് വലിയ പരിഷ്കാരം അദ്ദേഹം നടത്തി. ദേശത്തുള്ള എല്ലാ തിന്മകളെ അദ്ദേഹം ഉന്മൂലനം ചെയ്തു. നമ്മൾ വായിക്കുന്നത്, ഇവിടെ വായിച്ച് കേട്ടത്, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വളരെ വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അവനെ പിതാവായ ദാവീദിനെ പോലെ പ്രസവമായതോളം ചെയ്തു. ഹോമോസെക്ഷൽസിനെയൊക്കെ ദേശത്ത് നീക്കി, വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞു. അമ്മയായ മയഖ പോലും ഉണ്ടാക്കിയിരുന്ന മ്ലേച്ഛ വിഗ്രഹം അദ്ദേഹം എടുത്ത് അത് നീക്കി, അത് വെട്ടിമുറിച്ച് തോട്ടിലിട്ടു. അവിടെ സ്ഥാനത്ത് നീക്കി. ഞാൻ ഈ പുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേലിലെ അല്ലെങ്കിൽ യഹൂദയിലെ ഉണർവിൻ്റെ രഹസ്യങ്ങളാണ്. നമ്മളെ ഉണർവിന് വേണ്ടി കാത്തിരിക്കുക. അദ്ദേഹം പെന്തക്കോസ്തിലെ പോലെ ഉണർന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റെ എന്താണ് വ്യവസ്ഥകൾ? തിന്മ നിറഞ്ഞിരിക്കുന്ന, നമുക്ക് ഇത്രമാത്രം മ്ലേച്ഛ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവജനം ഈ പറയുന്ന എല്ലാ തിന്മയും ചെയ്തൊരു കാലഘട്ടത്തിൽ കരുത്തനായിരിക്കുന്ന അഭിഷിക്തനായിരിക്കുന്ന ആസ ചെയ്ത കാര്യം എല്ലാ വിഗ്രഹങ്ങളെയും നീക്കി അമ്മയെ സ്ഥാനത്ത് നിന്ന് മാറ്റി അവൾ വെച്ചിരുന്ന വിഗ്രഹത്തെ വെട്ടിമുറിച്ച് കിദ്രോൻ തോട്ടിൽ ഇട്ടുകളഞ്ഞു.
അപ്പോൾ ഒരു അനുതാപത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ദൈവ ഇടപെടലിൻ്റെയും സ്ഥലമാണ് ഏത്? കിദ്രോൻ തോട്ടം. നമ്മളിവിടെയാണ് അതിനെക്കുറിച്ച് കാണുന്നത്. അതുകൊണ്ടുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ആ ദേശത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. രാജ്യത്ത് ദൈവപ്രമാണത്തിലേക്ക് ജനം തിരിച്ചു വന്നു. ശത്രുമേൽ ജയം കിട്ടി. ജനത്തിൻ്റെ ദുഃഖവും പിന്മാറ്റവും മാറി വലിയ ഉണർവിലേക്ക് നീങ്ങി. നമ്മൾ വളരെ പ്രാർത്ഥിക്കണം. കേരളത്തിലെ ദൈവസഭ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. ഞാൻ വിശ്വാസത്തിൽ ജനിച്ചു വന്നൊരു പൈതലാണ്. എനിക്ക് 75 വയസ്സുണ്ട്. 75 വയസ്സിന് മുമ്പ് എൻ്റെ അമ്മ സ്ഥാനപ്പെടുമ്പോൾ ഞാൻ അമ്മയുടെ ഉദരത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വർഷങ്ങളായിട്ട് ഈ പെന്തക്കോസ്റ്റൽ ആ ഉണർവിൻ്റെ കാലങ്ങളിൽ ജനിച്ചൊരു പൈതലാണ് ഞാൻ. അന്ന് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാനിങ്ങനെയായി തീർന്നത്. മടിയിൽ വെച്ച് അമ്മ ഇങ്ങനെ അന്യഭാഷയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണീര് വീണ് എൻ്റെ ദേഹത്ത് നനയുമായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് വളരെ വേദനയാണ്. അനുഭവമൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവപ്രമാണമെല്ലാം മാറിപ്പോയിരിക്കുന്നു. ദൈവനാമം അപമാനിതമായിരിക്കുന്നു. അങ്ങനൊരു കാലഘട്ടത്തിൽ ആസ്ഥാമാർ നിൽക്കണം. ഹല്ലേലൂയ. അമ്മയുടെ ആണെങ്കിലും കൊള്ളാം, അല്ലെങ്കിലും കൊള്ളാം, വെട്ടിമുറിച്ച് കളയുവാൻ തയ്യാറാകണം. നോക്കുക, അവിടെ സംഭവിച്ചൊരു കാര്യം, ഇവിടെ കിദ്രോൻ തോട്ടിലേക്ക് അതെല്ലാം ഇട്ട് കളഞ്ഞു. ഒരു ശുദ്ധീകരണത്തിനായുള്ള ഒരു ദൈവിക മാറ്റത്തിനുള്ള ഒരു ഇടമാണ് കിദ്രോൻ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത്, ഞാൻ ഓടിച്ചു പോവുകയാണ്, 2 ദിനവൃത്താന്തത്തിലേക്ക് വരാം. 15-ാം അധ്യായം അതിൻ്റെ 14 മുതൽ വായിക്കാം. അവർ മഹാഘോഷത്തോടും ആർപ്പോടും കാഹളങ്ങളോടും കുഴലുകളോടും കൂടെ യഹോവയോട് സത്യം ചെയ്തു. എല്ലാ യഹൂദരും സത്യനിമിത്തം സന്തോഷിച്ചു. അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്ത് പൂർണ്ണ താല്പര്യത്തോടും കൂടെ അവനെ അന്വേഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. നോക്കുക, വലിയൊരു റിവൈവൽ സെക്കൻഡ് ടൈം സംഭവിക്കുന്നത് ഹിസ്കിയാവിന്റെ കാലത്താണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുകയും ഇതുപോലെയുള്ള നവീകരണം എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ആദിമസഭ 4 നൂറ്റാണ്ട് വരെ നന്നായി പോയി. വചനമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, വിശുദ്ധിയുണ്ട്, സുശീകരണമുണ്ട്. 4 pillars ഓഫ് ദ ചർച്ച്. ഒരു പില്ലർ വേർഡ് ഓഫ് ഗോഡ്, അടുത്ത പില്ലർ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, മൂന്നാമത്തേത് ഹോളിനെസ്, നാലാമത്തേത് മിഷൻ. 4 ഉണ്ടായിരുന്നു. പക്ഷേ 4-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വീണു. സഭ പതിക്കപ്പെട്ടു. അന്ധകാല കാലം കയറി വന്നു. ക്രിസ്ത്യൻ സഭ റോമൻ മതമായി മാറി. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഒരു തൂണ് വീണ്ടും ഉയർത്തി. ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ആരാണെന്നറിയാം? നവീകരണ വീരൻ മാർട്ടിൻ ലൂതർ. വചനത്തിലേക്ക് മടങ്ങി വന്നു. രക്ഷയ്ക്ക് വേണ്ടി പണം കൊടുത്താൽ കിട്ടും, സെയിൽ ഓഫ് ഇൻ്റലിജൻസസ്. പാപ്പാമതം അതിനെതിരെ ശക്തമായി നിന്നുകൊണ്ട് പോരാടിയ ഒരു വലിയ നവീകരണ വീരനായിരുന്നു മാർട്ടിൻ ലൂതർ. ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അദ്ദേഹം തൂണ് ഉയർത്തി. പക്ഷേ അതിനൊരു ജീവനില്ലായിരുന്നു. രണ്ടാമത് 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും വേറൊരാൾ എഴുന്നേറ്റു, ജോൺ വെസ്ലി. എന്ത് ഗ്രൂപ്പാണത്? ഹോളിനെസ് ഗ്രൂപ്പുകളാണത്. വിശ്വാസം മാത്രം പോരാ, എന്ത് വേണം? വിശുദ്ധി വേണം. നോട്ട് ഓൺലി പ്രൊഫസിങ് ബട്ട് പ്രാക്ടീസിങ്. നമ്മൾ പറയുന്ന പോലെ ജീവിക്കണം. വിശുദ്ധിയിലേക്ക് മടങ്ങി വന്നു. ഇതാണ് 2ാമത്തെ തൂണ്. പിന്നെ വന്നപ്പോഴേക്കും വിശുദ്ധി ഉണ്ടെങ്കിൽ തന്നെയും അവരിൽ ഒതുങ്ങിപ്പോയി. ആശ്രമങ്ങളും പ്രാർത്ഥനാ ഗോപുരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ ഉള്ളിൽ ഒതുങ്ങിപ്പോയി. ലോകത്തിലേക്ക് പോകുന്നില്ല. കർത്താവിൻ്റെ കൽപ്പന പാലിക്കുന്നില്ല. 19-ാം നൂറ്റാണ്ടിൽ മിഷൻ വന്നു. എല്ലായിടങ്ങളിലേക്കും മിഷന്മാർ കടന്നുപോയി. ചൈനയിലേക്ക്, ഇന്ത്യയിലേക്ക്, ആഫ്രിക്കയിലേക്ക് ആൾ കടന്നുപോയി. ഡേവിഡ് ലിവിങ്സ്റ്റൺ പോയത് എവിടേക്കാ? ആഫ്രിക്കയിലേക്ക്. അർസതയിൽ പോയത് എവിടേക്കാ? ചൈനയിലേക്ക്. കയറി വന്നത് എവിടേക്കാ? ഇന്ത്യയിലേക്ക്. 3-ാമത്തെ തൂണ് ഉയർത്തി. എന്താണത്? മിഷൻ. മിഷൻ വന്നു. അതും ഇങ്ങനെ ഡള്ളായപ്പോൾ ഒന്ന് ലാക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആദ്യകാലത്ത് പരിശുദ്ധാത്മശക്തി പോയി. വചനമുണ്ട്, വിശുദ്ധിയുണ്ട്, ദൗത്യമുണ്ട്, പക്ഷേ ജീവനില്ലാത്തൊരവസ്ഥ. നിങ്ങൾ പിൻവാങ്ങിപ്പോകരുത്, കാത്തിരിക്കണം. നിങ്ങളുടെ മേൽ ആത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ച സാക്ഷികളായി തീരും. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ ദിവസം തന്നെ വീണ്ടും പെന്തക്കോസ്തിൻ്റെ അഗ്നി ആളിക്കതയെ തീർന്നു. പ്രിയമുള്ളവർ, ഹല്ലേലൂയ.
അങ്ങനെയാണ് 4 തൂൺ മടങ്ങി വന്നത്. പക്ഷെ ഇനിയും വരാൻ പോകുന്ന ഉള്ളമെന്ന് പറയുന്നത് 1, 2, 3 തൂണുകളല്ല, ഒരുമിച്ച് തൂണായിരിക്കും. ഹല്ലേലൂയ. ഓ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ചർച്ചയുടെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നത് സ്തുതിക്കുക. വചനം ശക്തമായി പ്രസംഗിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം. ഹല്ലേലൂയ. ആത്മാവിലെ എല്ലാ കൃപകളും വരങ്ങളും ജ്വലിപ്പിക്കപ്പെടണം. ദേശത്തേക്ക് പറന്ന് വ്യാപിച്ച ദൈവം അനുഘോഷിക്കണം. ഒരു ഹോൾസം റിവൈവൽ. ഹല്ലേലൂയ. ഒന്ന് സ്തുതി ചെയ്യാമോ? ഹല്ലേലൂയ. ഓ അന്ത്യകാല ഉണവിലേക്ക് നീങ്ങുമ്പോൾ എല്ലാ തൂണും ഉയർത്തപ്പെടപ്പെട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പഴയ നിയമകാലത്ത് ഉണവെന്ന് പറയുന്നത് ഇത് 1ാമത്തെ ഉണവാണിത്. ഹിസ്കിയാവിൻ്റെ കാലത്ത് ആ ഭാഗം ഒന്നുകൂടെ വായിക്കുമോ? അവർ മഹാഘോഷത്തോടും ആർപ്പോടും കാഹളങ്ങളോടും കുയലുകളോടും കൂടെ യഹോവയോട് സത്യം ചെയ്തു. ഇതിനെല്ലാം മുമ്പിൽ ഒത്തിരി കാര്യമുണ്ട്. റിപ്പന്റ് ചെയ്യുന്നു, പാപങ്ങളെ ഏറ്റുപറയുന്നു, ഉപേക്ഷിക്കുന്നു, ആലയത്തിലേക്ക് മടങ്ങി വരുന്നു, ആലയം ശുദ്ധീകരിക്കുന്നു, അവരവർ ഏൽപ്പിച്ച വേലകൾ ചെയ്യുന്നു, പാപങ്ങളെ ഉപേക്ഷിച്ച് ദൈവകൽപ്പന പാലിപ്പാൻ തയ്യാറാകുന്നു. വലിയൊരു മാസീവായിട്ടുള്ള ഒരു റിപ്പൻറ്റൻസും റിവൈവൽ ഉണ്ടാകുന്ന നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അവസാനം വായിക്കുന്നത് അവർ മഹാഘോഷത്തോടും ആർപ്പോടും കുയലുകളോടും യഹോവയോട് സത്യം ചെയ്തു. എല്ലാ യഹൂദ്യരും സത്യനിമിത്തം സന്തോഷിച്ചു. അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്ത് പൂർണ്ണ താല്പര്യത്തോടും കൂടെ അവനെ അന്വേഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. ആസാ രാജാവ് തന്റെ അമ്മയായ മയഖയെയും അവൾ അശേരയ്ക്ക് ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് രാജ്ഞസ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. വായിച്ചത് ഞാൻ ഹിസ്കിയാവിലേക്ക് വരികയാണ്. അപ്പോൾ ആസയാണ് ആദ്യമായിട്ട് ഈ വിഗ്രഹങ്ങളെയൊക്കെ തകർത്തിട്ട് കിദ്രോനിലേക്ക് ഇട്ട് ഒരു ഉടവിലേക്ക് ജനത്തെ നയിച്ചതും സന്തോഷം പുനഃസ്ഥാപിച്ചതും. നമുക്ക് ഹിസ്കിയാവിലേക്ക് വരാം. 2 ദിനവൃത്താന്തം 29 വരാം. 29-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കാം. പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിന്റെ അകം വെടിപ്പാക്കുവാൻ അതിൽ കടന്നു. യഹോവയുടെ ആലയത്തിൽ കണ്ട മലിനതയൊക്കെയും പുറത്ത് യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ കൊണ്ടുവന്നു. ലേവ്യർ അത് കൊണ്ടുപോയി കിദ്രോൻ തോട്ടിൽ ഇട്ട് അതിന്റെ എല്ലാ രംഗത്തും കിദ്രോൻ തോടുണ്ട്. ഹല്ലേലൂയ. മ്ലേച്ഛതകളെ, വിഗ്രഹങ്ങളെ, അകൃത്യങ്ങളെ, അശുദ്ധികളെ നീക്കിക്കളയുന്ന സ്ഥലമാണ് കിദ്രോൻ. ഹല്ലേലൂയ. അത് വിളിച്ചു പറയുന്നു, എല്ലാ അശുദ്ധിയും ഇവിടെയാണ് വരേണ്ടത്, അകത്തുള്ളതെല്ലാം പുറത്തു വരണം. അതുള്ള സ്ഥലമാണ് ഈ കിദ്രോൻ എന്ന് പറയുന്നത്. അങ്ങനെ അതെല്ലാം അവിടെ കൊണ്ടുവന്നവർ നശിപ്പിച്ച് കളഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്. ഇനി 30-ലേക്ക് വരുമോ? 30-ാം അധ്യായം 11-ാം വാക്യം. എങ്കിലും അശേരിലും മനശ്ശയിലും സെബുലൂനിലും ചിലർ തങ്ങളെ തന്നെ താഴ്ത്തി യെരുശലേമിലേക്ക് വന്നു. യഹൂദായിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐക്യമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു. അങ്ങനെ 2-ാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിപ്പാൻ ബഹുജനം ഏറ്റവും വലിയൊരു സഭയായി യെരുശലേമിൽ വന്നുകൂടി. അവർ എഴുന്നേറ്റ് യെരുശലേമിൽ ഉണ്ടായിരുന്ന ബലിപീഠങ്ങളെ നീക്കിക്കളഞ്ഞു. വീണ്ടും ഒരു വലിയ ഉണർവ് വ്യാപരിക്കുകയാണ്. അവരെല്ലാവരും ഐക്യത്തോടെ നിൽക്കുന്നു. ദൈവത്തിന്റെ കൈ അവരുടെ മേൽ വ്യാപരിക്കുന്നു. വ്യവസ്ഥ പ്രകാരം പുളിപ്പില്ലാത്ത അപ്പം ആചരിക്കാൻ ബഹുജനം കൂടി വരുന്നു. അങ്ങനെ അവർ എഴുന്നേറ്റ് യെരുശലേമിൽ ഉണ്ടായിരുന്ന ബലിപീഠങ്ങളെ നീക്കിക്കളഞ്ഞു. സകല ധൂപകലശങ്ങളെയും എടുത്ത് കിദ്രോൻ തോട്ടിൽ എറിഞ്ഞു. ഹല്ലേലൂയ. ഉപവാസ സംഭവിക്കുന്നതാണ് പ്രിയമുള്ളവരെ. ഈ ഉപവാസത്തിന് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചില വിഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന പല വിഗ്രഹങ്ങളുണ്ട്. കർത്താവിനെ സ്നേഹിപ്പാൻ കഴിയാതെ പല പല വിഷയങ്ങളുണ്ട്. അതെല്ലാം എടുത്തെടുത്ത് പുറത്തേക്ക് അറിയേണ്ട സമയങ്ങളാണിത്. ഹല്ലേലൂയ. പടിയായിട്ട് ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. പുറത്ത് മാത്രമല്ല, അകത്തും ശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. നോക്കുക, അവര് സകല ധൂപ കലശങ്ങളെയും എടുത്ത് കിദ്രോൻ തോട്ടിൽ എറിഞ്ഞു കളഞ്ഞു. 2-ാം മാസം 14-ാം തീയതി വ്യവസ്ഥയിലേക്ക് മടങ്ങി വരിക. നോക്കുക, ഇനി നമുക്ക് മുന്നോട്ട് വരാം. അതിന്റെ 26-ാം വാക്യം ഒന്ന് വായിച്ച്. അങ്ങനെ യെരുശലേമിൽ മഹാസന്തോഷമുണ്ടായി, വലിയ സന്തോഷമുണ്ടായി. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ ശലോമോന്റെ കാലം മുതൽ ഇതുപോലെ യെരുശലേമിൽ സംഭവിച്ചു. ഹല്ലേലൂയ. ഒരു വലിയ മടങ്ങി വരവ്. ഹിസ്കിയാവിന്റെ കാലത്ത് ജനങ്ങള് പുറകോട്ട് പോയി, 500 വർഷം പുറകോട്ട് പോയി. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, ദൈവമേ പള്ളത്തെ പോലെ ഒരു നല്ല കാലം വരണമേ. പെന്തക്കോസ്തിൽ അനുഭവം ഉണ്ടാകുന്ന പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നത് ഹിസ്കിയാവിന്റെ കാലത്ത് റിവൈവൽ നിമിത്തമായിട്ട് എന്ത് പറ്റി? ശലോമോന്റെ കാലം വരെയും ഇതുവരെ സന്തോഷം ഉണ്ടായിട്ടില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കർത്താവേ, പണ്ടൊക്കെ പിതാക്കൾ അനുഭവിച്ച ആത്മീയ സന്തോഷവും വിശുദ്ധിയും ആത്മഭാരവും കണ്ണുനീരും നുറുക്കവും ആനന്ദവും നിറഞ്ഞ ഒരു അനുഭവത്തിൽ നടത്തമേ കർത്താവേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
പുറകോട്ട്. ഹല്ലേലൂയ. ഓ ഹട്ടിലാതലവാ ശലോമോന്റെ കാലത്ത് വരെയും മടങ്ങിപ്പോകുന്ന അനുഭവങ്ങളാ. ഓ മനോഹരമായ ആലയമുണ്ട്, ആരാധനയുണ്ട്. ഓ അവൻ നിൽക്കുമ്പോൾ തന്നെ തേജസ് ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ദൈവമഹത്വം വെളിപ്പെടുകയാണ്. ഓ ഹട്ടില അതല രാഷ്ട്രാന്തേലത. മുകളിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ഹൃദയത്തിൽ, ഈ പട്ടണത്തിൽ ഹൃദയഭാഗത്തുള്ള ഈ സഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉണർവൊന്ന് വ്യാപിക്കട്ടെ, കേരളത്തിൽ മുഴുവൻ വ്യാപിക്കട്ടെ, ഒരു റിവൈവലേക്ക് നീങ്ങട്ടെ. ഹല്ലേലൂയ. ഓ അല്പം സമയത്ത് മഹത്വപ്പെടുത്തിയാണ്. പണ്ടത്തെ പോലെ അറിയാമേ, ഇപ്പോഴത്തെ അവസ്ഥയല്ല. ഹല്ലേലൂയ. ഹിസ്കിയാവിന്റെ കാലം പോലെ അല്ല, ആസയുടെ കാലം പോലെ അല്ല കർത്താവേ, രഹബിയാമിനെ പോലെ അല്ല കർത്താവേ. ആ ശലോമോന്റെ ആരംഭം പോലെ ഒരു അനുഭവം ഉണ്ടാകുവാൻ നമുക്ക് ഒരുമിച്ച് വന്ന് സ്തുതിക്കാം. ദൈവം വിശ്വസ്തനാ. ആര് താഴ്ത്തി കൊടുക്കുമോ, ആര് സമർപ്പിക്കുമോ, ആര് പാപമേറ്റ് പറയുമോ, ആര് ക്രമീകരണം വരുത്തുമോ, ആര് വിഗ്രഹങ്ങളെ ഉടച്ചു കളയുമോ, പാപപ്രവർത്തനം വെളിഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുമോ, അവിടെ എല്ലാവരും വിശ്വസ്തനാ. ഹല്ലേലൂയ. ബാക്ക് ടു ദി ടൈം ഓഫ് കിങ് സോളമൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ മടങ്ങി വരണേ. വീണ്ടും നോക്കാം നമുക്ക് 2 രാജാക്കന്മാർ 23-ാം അധ്യായം 4-ാം വാക്യം മുതൽ. 2 രാജാക്കന്മാർ 23-4 മുതൽ. രാജാവ് മഹാപുരോഹിതനായ ഹിൽക്കിയാവോടും 2-ാം തരത്തിലുള്ള മഹാപുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും ബാലിനും അശേരയ്ക്കും ആകാശത്തിലെ സർവ്വ സൈന്യത്തിനു വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഗുണവുകളൊന്നും നിൽക്കുന്നില്ല. ആസാറുള്ളത് പോയി. പിന്നെ ആര് വരേണ്ടി വന്നു? ഹിസ്കിയാ വരേണ്ടി വന്നു. ഹിസ്കിയാവിൻ്റെ കാലത്തെ ഗുണവ് പോയി. ഇപ്പം ആരാണ്? യോശിയാവാണ്. അല്ലേ? ശരിയാണ് ഞാൻ പറഞ്ഞത്? യോശിയാവ്. അപ്പോൾ യോശിയാവിൻ്റെ കാലത്തെ അവസ്ഥ നോക്കിയേ, പണ്ടത്തെക്കാൾ മോശമാണ്. ഒന്നുകൂടെ വായിക്കുമ്പോൾ സിസ്റ്ററെ, രാജാവ് മഹാപുരോഹിതനായ ഹിൽക്കിയാവോടും 2-ാം തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും ബാലിനും അശേരയ്ക്കും, പിന്നെയും മടങ്ങിപ്പോയി. ബാലിന് അശേരയ്ക്ക് ആകാശത്തിലെ സർവ്വ സൈന്യത്തിനു വേണ്ടി ഉണ്ടാക്കിയ, അയ്യോ ദൈവാലയത്തിലെ അവസ്ഥയാണ്. സകല ദേവന്മാർക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. ദൈവസഭ വിശുദ്ധി വേർപാട് വിട്ടിട്ട് ലോകത്തോട് ഇടപെടുന്ന കാര്യമാണ് പറയുന്നത്. ആ കാലത്താണ് യോശുവ വന്നിരിക്കുന്നത്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അതൊക്കെയും പുറത്തു കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. പ്രാർത്ഥിക്കാം. ദൈവമേ, ദൈവസഭയ്ക്ക് ഒരു അതാവ് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്ത സർവ്വതും പുറത്തു പോകട്ടെ. ദൈവസഭ ശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവമഹത്വം പിന്നെയും വേസ്റ്റ് വെളിപ്പെടട്ടെ. ഊട്ടാല ദൈവമേ, ഞങ്ങളുടെ ആയുസ്സിൽ തന്നെ ഒരു ഉളവുണ്ടാകട്ടെ. കേരളത്തെ സഭ ഉണർത്തപ്പെട്ടാൽ ഇന്ത്യ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. ഭാരതസഭ ശുദ്ധീകരിക്കപ്പെട്ടാൽ ഇന്ത്യ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. ഓരി കാലാത ഹല്ലേലൂയ. യോശുവയുടെ കാലത്ത് എല്ലാം പുറത്തെറിഞ്ഞു. പുറത്ത് കിദ്രോൻ പ്രദേശത്ത് വെച്ച് അവയെ ചുട്ടു. നിൽക്കണേ. യോശുവ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പയ്യനായിരുന്നു കേട്ടോ. ചെറിയ പ്രായത്തിലായ ആളാണ്. അവൻ കൊണ്ടുവന്ന് ചെയ്തതിനെ ചുട്ടുകളയല്ല, ചുട്ടുകളഞ്ഞു. ഒരിക്കലും വരാതെ അവന് ചുട്ടുകളഞ്ഞു. ചാരമെടുത്ത് അതിന് ചാരം ബേഥേലിലേക്ക് കൊണ്ടുപോയി. അത് പണ്ട് പ്രവചന നിവൃത്തിയാണത്. പണ്ട് യൊരോബെയാമിനോട് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതാണ്, ഈ പ്രവൃത്തിക്ക് ദൈവം പ്രതികാരം ചെയ്യും. ഒരു കാലം വരും വന്ന് യോശുവ വന്നിട്ട് ഇതെല്ലാം ചാരമാക്കി വാരി എറിയുമെന്ന്. വിശ്വസിക്കാൻ പറ്റുമോ? ഇസ്രായേൽ ദൈവം അങ്ങനെ ചെയ്തെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടി എത്ര അധികം ചെയ്യും. ദൈവമേ, ഞങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളെ ഒന്ന് ഉണർത്തണമേ, സഭയെ ശുദ്ധീകരിക്കണമേ. കേരളത്തിലെ സഭകൾ പഴയ നിലയിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. വിശുദ്ധിയിലേക്ക്, ഹല്ലേലൂയ, സ്നേഹത്തിലേക്ക്, ഐക്യതയിലേക്ക്, ആത്മഭാരത്തിലേക്ക്, ആത്മശക്തിയിലേക്ക്, ആത്മഭാരത്തിലേക്ക്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, യോശുവയുടെ കാലം പോലൊരു കാലം വരണമേ. ഹബക്കൂക്ക് പ്രാചീന കർത്താവേ, ആളുകൾ കഴിയുമ്പോൾ പുറത്ത് ജീവിപ്പിക്കണമേ. പണ്ടത്തെ പോലും നല്ല കാലം തരണമേ. ഈ 21 ഉപവാസ പ്രാർത്ഥന നിലവിളിക്കാം. നമ്മുടെയൊക്കെ അതിന് വിസ്തീർണമാകും. ദേശത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരും. കേരളത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ചരിത്രം വീണ്ടും തിരുത്തി കുറിക്കും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ കൈവിടുകയില്ല, അവൻ ഉപേക്ഷിക്കത്തില്ല, അവൻ മടക്കി വരുതും. അവൻ ചുട്ടുപൊടിച്ചാൽ കിട്ടും.
നോക്കിയേ, ഇനിയും മുന്നോട്ട് വരാം. അതിൻ്റെ 11-ാം വാക്യം മുതൽ വായിച്ച 11-ാം വാക്യം മുതൽ. യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിങ്കൽ വളപ്പിനകത്തുള്ള നാഥാൻ മേലെക് എന്ന ഷണ്ണന്റെ അറയ്ക്കരികെ യഹൂദ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചു. അയ്യോ, അറയ്ക്കകത്ത് ആരെ ആരാധിക്കുന്നു? സൂര്യാരാധന, സൂര്യരഥങ്ങള്. അതൊക്കെ എന്ത് ചെയ്തു? സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വബിംബം നമ്മളെ ഉണർന്ന് പഠിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചത്. ചാൾസ് ഫിന്നിയൊക്കെ പ്രസംഗിക്കുമ്പോൾ ജനം വെട്ടൽ വീഴുക, നിലവിളിച്ച് കരയുക. ഹല്ലേലൂയ. ചില ഭക്തന്മാർ എഴുതിയിരിക്കുക, നമ്മുടെ പ്രവർത്തന സമയങ്ങളിൽ ആൾക്കാർ മതിലെ കയറി പിടിക്കുക, തൂണി പിടിക്കുക. അയ്യോ, ഞങ്ങൾ താണു പോകുന്നേ. പാപബോധമാണ് ഉണ്ടാകുന്നത്. ഒരു വരി ഉണർവേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. ഇവിടെ നോക്കുക, അതെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ? വായിച്ചാട്ടെ. സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വബിംബങ്ങളെ അവൻ നീക്കി, അശ്വബിംബങ്ങളെ നീക്കി സൂര്യരഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യഹൂദ രാജാക്കന്മാർ ആഹാസിന്റെ മാളികയുടെ മേൽപ്പുരയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും മനശ്ശെ യഹോവയുടെ ആലയത്തിന്റെ 2 പ്രാകാരങ്ങൾ രാജാവിന്റെ മാളികയുടെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബലിപീഠങ്ങള് രാജാവ് തകർത്ത് അവിടെ നിന്ന് നീക്കി അവയുടെ പൊടി കിദ്രോൻ തോട്ടിൽ ഇട്ട് കളഞ്ഞു. ഹല്ലേലൂയ. ഇന്നലെ ഒരു സ്ഥലമാണ് കിദ്രോൻ തോട്. കിദ്രോൻ പറയുന്നത്, എന്ന് നീ മടങ്ങി വരുമോ, എന്ന് നീ യഥാസ്ഥാനപ്പെടുമോ, എന്ന് ശുദ്ധീകരണം പ്രാപിക്കും, അന്ന് ഉള്ളതുണ്ടാകും. ഹല്ലേലൂയ. ഒരു റിപ്പൻറ്റൻസിൻ്റെ ഒരു ചിഹ്നമായി നിൽക്കുകയാണ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇവിടെ നമ്മളത് കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇനിയും യിരെമ്യാവിലേക്ക് ഒന്ന് പറയാം. യിരെമ്യാവിൻ്റെ പദം എടുക്കാം. ഇതൊരു സ്റ്റഡിയാണ്. നിങ്ങൾ ഉപവാസമായിട്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. കുറച്ച് ഡീപ്പായ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ശാന്തമായി പഠിക്കാം. ശലോമോൻ്റെ മകനായ രെഹബയാമിൻ്റെ കാലത്ത് തന്നെ രാജ്യം 2ആയി. അപ്പം ശലോമോൻ്റെ ഉണർവ് മോൻ്റെ കാലം വരെ നിന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു ആസ വന്നപ്പോൾ ഒരു അനക്കമുണ്ടായി, അതും പോയി. പിന്നെ ഹിസ്കിയ വന്നപ്പോൾ ഒരു കുറച്ച് വലിയ ഉണർവുണ്ടായി, അതും പോയി. യോശിയാവിൻ്റെ കാലത്ത് ഉണർവുണ്ടായി, അതും പോയി. പിന്നെ സംഭവിക്കുന്നത് അറിയാമോ? അസൂർക്കാരങ്ങ് പോയി, അസിറിയൻ സൈന്യം പോയി, അതില്ലാതായി. ഹിസ്കിയാവിൻ്റെ ഒരു പ്രയർ കൊണ്ട് തന്നെ ഒരു സാമ്രാജ്യം തകർന്നു പോയി. നമുക്കറിയാമോ? അവൻ്റെ പ്രാർത്ഥന കൊണ്ട് 1,80,000 പട്ടാള മേധാവികളെ ഒരു ദൂതന ചെന്നിട്ട് അവൻ നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ പിന്മാറിപ്പോയി. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യം ആകേണ്ടിയിരുന്നതായിരുന്നു അസിറിയായിരുന്നു. ഒരു പ്രാർത്ഥനാ വീരൻ്റെ മുമ്പിൽ താഴ്ന്നുപോയി. ഭാരതത്തിലെ പ്രശ്നങ്ങളെ ഓർത്തുകൊണ്ട് കരയണ്ട. ഓ, ഹിസ്കിയാവിനെ പോലെ മുറിക്കകത്ത് കടന്ന് വസ്ത്രം കീറി, ഓ നീ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, എനിക്കതിൽ ഇഷ്ടമാണ്. ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ച് നിലവിളിച്ചു, കർത്താവേ ഞങ്ങളെ സന്ദർശിക്കണമേ. ലോകമെല്ലാം പിടിച്ചടക്കി വെല്ലുവിളിക്കുന്ന, തകർക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഈ അസിറിയൻ സൈന്യത്തെ നിൽക്കാൻ ശക്തിയില്ല കർത്താവേ. യെശയ്യാവോനും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെട്ടു. പ്രാർത്ഥിക്കാം. ഭാരത സഭയെ നശിപ്പിക്കാൻ തീറുകെട്ടി വാതുകെട്ടി ഇറങ്ങി വന്നിരിക്കുന്ന ബന്ധകാര ശക്തികൾക്കെതിരെ നമുക്ക് ഹിസ്കിയാവിനെ പോലെ അറയ്ക്കകത്ത് കടന്ന് പ്രാർത്ഥിക്കാം. ഉടാലാബാ ഹിസ്കിയാ വസ്ത്രം കീറി നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ അരുളപ്പാടുണ്ടായി. ദൈവാത്മാ പറയുക, ദൈവം ഇടപെടേണ്ട സമയമായി. നീ പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും. നമുക്ക് വേറെ ആരുടെ സപ്പോർട്ട് വേണ്ട, റെക്കമെൻഡേഷൻ വേണ്ട. ഹല്ലേലൂയ. നാം പ്രാർത്ഥിച്ച സ്വർഗ്ഗം ഇടപെടും. ഒരു ദൂതൻ മതി മോനെ, ഒറ്റ ദൂതൻ മതി അവനെ സർവ്വ നശിപ്പിക്കാൻ. ഒരു രാത്രി മതി എനിക്ക്. 147 കോടി നമ്മുടെ രാജ്യത്തെ വിടുവിപ്പാൻ എൻ്റെ യേശുവിന് കഴിയും. ഓ, നീ പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ പ്രവർത്തിക്കും. യെശയ്യാവ് ദൂത് പറയുക, എടാ ഇസ്രായേൽ കന്യകയായ പെൺകൊച്ചു നിന്നെ നോക്കി കളിയാക്കുക. ആരാ? ദൈവമക്കള്. നീ ആരാടാ? ഈ പറയാൻ സമയമില്ല. നിന്നെ എന്ത് ചെയ്യും? മൂക്കത്ത് കൊഴുത്തിട്ട് നിന്നെ കൊണ്ടുപോകും. പേടിക്കാതിരിക്കും, പ്രാർത്ഥിക്കും നിങ്ങൾ. ഹല്ലേലൂയ. ഏത് വിഷയത്തിലും പ്രാർത്ഥനയാണ് മറുപടി. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. ഹല്ലേലൂയ. ഓ, ശത്രു പോയി എന്നേക്കുമായി പിന്മാറിപ്പോയി. പ്രിയമുള്ളവരെ, കാര്യങ്ങൾ മാറ്റം വരുമോ? ഈ പാസ്റ്റർ പറഞ്ഞില്ലേ, കാര്യങ്ങൾ മാറ്റം വരും. നമ്മൾ തിന്മയല്ല പ്രതീക്ഷിക്കുന്നത്, നന്മ പ്രതീക്ഷിക്കുക. ഈ കാർമേഘങ്ങൾ മാറും. ഞാൻ പറഞ്ഞു സംഭാഷണത്തോട്, ലോകത്തിൽ ഏറ്റവും വലിയ ഇന്ത്യ വരാൻ പോവുക. അത് വന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇതുവരെ മാറ്റി വച്ചിരുന്ന ഈ ലോകരാജ്യം ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തുള്ളവർ അയക്കാതിരിക്കുമോ? അയക്കുക തന്നെ ചെയ്യും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യക്കാരായിരിക്കും. കാരണം ഏറ്റവും വലിയ രാജ്യമല്ലേ. നമുക്കൊരു കൊയ്ത്തിലാണ് പ്രതീക്ഷിക്കാൻ പ്രിയമുള്ളവരെ.
ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഓ, നമ്മൾ കണ്ടത് അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്ത് ആ ഉള്ളവനൊരു വലിയ പ്രത്യേകതയുണ്ട്. യോശുവൻ്റെ കാലത്തേത് അത് 2 ദിനവൃത്താന്തം 35:17-18 ഒരു 17-20 പോവാം. ഇതിങ്ങനെ ലിങ്കായിട്ട് കിടക്കുകയാണ് വചനത്തിനകത്ത്. ഇസ്രായേൽ മക്കൾ ആ സമയത്ത് പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവവും 7 ദിവസം ആചരിച്ചു. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലെ ഒരു പെസഹ മടങ്ങി വരവുണ്ട് കേട്ടോ. നമ്മളെ മടക്കി വരുത്തും. പണ്ടത്തെ പോലെ അവൻ നൽകി തരും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. യോശുവന്റെ കാലത്ത് അതുപോലെ ശമൂവേലിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടില്ല. യോശിയാവും പുരോഹിതന്മാരും ലേവ്യരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദയും ഇസ്രായേലും യെരൂശലേം നിവാസികളും ആചരിച്ച ഈ പെസഹ പോലെ ഇസ്രായേൽ രാജാക്കന്മാർ ആരും ആചരിച്ചിട്ടില്ല. Can you believe? Yes. Hallelujah. Something incredible is going to happen in our lifetime in Kerala. Hallelujah. ഇതുവരെ സംഭവിക്കാത്ത വലിയ പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുകയാണ്. ആരും സ്വപ്നം കാണാത്ത കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇന്ത്യ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ നമുക്ക് ചെറിയൊരു എക്സ്റ്റൻഷൻ. നെഹമ്യാവിലേക്ക് ഒന്ന് വന്നേ. നെഹമ്യാവിൽ ഈ ഉണർവ് എനിക്ക് വലിയ ഇഷ്ടമുള്ള വിഷയമാണ്. ഉണർവ് നോക്കിക്കേ. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 16 നെഹമ്യാവ് 8:16 നെഹമ്യ chapter 8 verse 16 and 17. അങ്ങനെ ജനം ചെന്ന് ഓരോരുത്തൻ താന്താന്റെ വീടിന്റെ മുകളിലും മുറ്റത്തും ദൈവാലയത്തിന്റെ പ്രാകാരങ്ങളിലും നീർവാതിൽക്കലെ വിശാല സ്ഥലത്തും എഫ്രൈം വാതിൽക്കലെ വിശാല സ്ഥലത്തും കൂടാരങ്ങൾ ഉണ്ടാക്കി. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ സർവ്വസഭയും കൂടാരങ്ങൾ ഉണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്തു. അടുത്ത സ്റ്റെപ്പാണ്. പെസഹായിലേക്ക് വന്നൊരു കാലം ഇപ്പം എങ്ങോട്ട് വന്നു? കൂടാരങ്ങളിൽ. അവർ വായിച്ച് കണ്ടുപിടിച്ചതാ. ഇങ്ങനെ സംഗതി ഉണ്ട് കണ്ടോ. റിവൈവൽ പ്രത്യേകം നോക്കി സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും. എന്നിട്ട് അവിടെ എന്താ എഴുതി നോക്കുക. അടുത്ത വാക്യം വായിച്ചേ. നൂന്റെ മകനായ യോശുവയുടെ കാലം അന്ന് വരെ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷം. 1100 കൊല്ലത്തിന് ശേഷം ഒരു ഉണർവുണ്ടാകുകയാണ്. പ്രതീക്ഷ മനസ്സിലാക്കിയാട്ടെ. ഹല്ലേലൂയ. ഒന്ന് പുറകോട്ട് നോക്കിയാട്ടെ. അവൻ ഇന്നലെയും ഇന്നും എന്നും അന്യ ദൈവമാണ്. അവൻ ഇന്നലെ ഇന്ന് ചെയ്യാൻ മതിയായവനാണ്. നമുക്ക് ക്ലെയിം ചെയ്യാം. പ്രവാസിയിൽ നിന്ന് മടങ്ങി വന്ന കുറച്ച് പേരേ ഉള്ളൂ. അവർക്ക് ചെറിയൊരു കൂട്ടമാണെങ്കിൽ അവർ തീരുമാനിച്ചു ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമെന്ന്. they went back to the time of Joshua. ഒന്ന് ഓർത്ത് നോക്കിയേ. നമുക്കൊന്ന് ക്ലെയിം ചെയ്യാം. ഒന്നും ഒഴിവാക്കണ്ട. ഒന്ന് പിടിച്ചേ. ഞങ്ങൾക്ക് വേണം കർത്താവേ. എനിക്ക് വേണം കർത്താവേ. ഹല്ലേലൂയ. പണ്ടത്തെ പോലെ അനുഭവം എനിക്ക് വേണം. യോശുവയുടെ കാലം പോലെ, ശമൂവേലിന്റെ കാലം പോലെ, ദാവീദിന്റെ കാലം പോലെ, ശലോമോന്റെ കാലം പോലെ ഞങ്ങൾക്കും വേണം കർത്താവേ. ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ആശിഷമാരിയുണ്ടാകും വീണ്ടും നല്ല ഉണർവുണ്ടാം. കുന്നുപള്ളങ്ങളിന്മേലും കേൾവൻ മഴയിൻ സ്വര ആശി മാരി പെയ്യണമേ. കൃപകൾ വീഴുന്നു മഴ. അതായിരിക്കട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ. കൃപകൾ വീഴുന്നു ചാറി വൻമഴ ദൈവമേ. ആശിഷമാരിയുണ്ടാകും ആനന്ദ വാഗ്ദത്തമേ. മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശിഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ചാറി
വന്മഴാത്ത ദൈവമേ. ചുമ്മാ അതൊരു ഭാവനയാണോ, ആഗ്രഹമാണോ? ഇതൊരു പ്രോമിസാ. അപ്പോസ്തലരുടെ പുസ്തകം ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 3 വേഴ്സ് 19. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ക്രിസ്തു വരുന്നതിന് മുമ്പ് ഒരു ഉണർവുണ്ടാകുമെന്ന്. The latter rain. ഹല്ലേലൂയ. ഒരു സമയം വരികയാ. ഇത് ക്ലെയിം ചെയ്ത് കൈവച്ച് പറഞ്ഞ് പത്രോസ് പറഞ്ഞു. ഹല്ലേലൂയ. അന്ന് പറഞ്ഞു പുള്ളി, രണ്ടാമത് പറഞ്ഞു ഇത് യോവേൽ നിവൃത്തിയാണ്, മഴ പെയ്തിരിക്കുന്നു. അന്ത്യകാലത്ത് പിന്നെ മഴ വരാൻ പോവുകയാണ്. യേശു വരും മുമ്പേ there shall be seasons refreshing. Seasons refreshing. എറണാകുളം പട്ടണം ചലിക്കട്ടെ. ഞാൻ ചോദിച്ചു സ്ഥലമൊക്കെ വേറെ വേണ്ടേ അന്വേഷിക്കാന്ന് പറഞ്ഞു. ഇതൊന്നും പോരാ, ഗ്രൗണ്ടുകളൊക്കെ എടുക്കണം, സ്റ്റേഡിയം എടുക്കണം വരെ ഉള്ളവര്. ഹല്ലേലൂയ. വൻ കാര്യങ്ങൾ ചോദിച്ചേ. ഹല്ലേലൂയ. ജനവേശം അറിയട്ടെ. ഇത് പ്രോമിസാ. There shall be seasons refreshing before the second coming of Christ. പക്ഷെ എല്ലാം വ്യവസ്ഥയുണ്ട്. എന്ത് ചെയ്യണം? റിപ്പന്റ് ആൻഡ് ടേൺ ടു ദി ലോർഡ്. സഭ അനുദപിച്ച് ഏറ്റു പറഞ്ഞാൽ അധികം പ്രവർത്തിക്കും പ്രിയമുള്ളവർ. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചു വരാം, യെരമ്യാവിലേക്ക് വരാം. നമ്മൾ പ്രധാനപ്പെട്ട ചിന്താ വിഷയം യെരമ്യാവില്ല. യെരമ്യാവ് 30-ാം അധ്യായം നമുക്കത് ചിന്തിക്കണം. അത് ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കണം. ഇപ്പോൾ ഉണർവുകളൊക്കെ ഇങ്ങനെ പോയി. ദാവീദിൻ്റെ കാലം കഴിഞ്ഞ് ശലോമോൻ്റെ കാലം വന്നു. ശലോമോൻ ആപ്പാടെ ഒരുവിധം പരുവത്തിലാണ് പോയത്. മോനെ തീർന്നു, രണ്ടായി. പിന്നെ ചില രാജാക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് എഴുന്നിട്ട് വന്നു. ആസ വന്നു, ഹിസ്കിയാവ് വന്നു, യോശിയാവ് തീർന്നു. യോശിയാവിൻ്റെ കൊച്ചുമോൻ്റെ കാലത്ത്, സിദെക്കീയാവിൻ്റെ കാലത്ത് രാജ്യം അസീറൊന്നുമില്ല, അസിരക്കാരില്ല. ആര് വന്നു? ബാബിലോണിയൻസ് വന്നു. ഇസ്രായേലിനെ ആക്രമിക്കാൻ അവർ വന്നു. ഇസ്രായേലെല്ലാം തീർന്നു. ആകെയുള്ള യഹൂദയ. അവരെ അവസാനം വഴിതെറ്റി പോയത് കൊണ്ട് അവരെയും വിട്ടു. ആര് വന്നു? ബാബിലോൺ വന്നു, കൊണ്ടുപോയി. പക്ഷെ കൊണ്ടുപോകുന്ന സമയത്ത് കരയുന്ന ആളാണ് ആര്? ജെറമ്യ. അയ്യോ അയ്യോ അയ്യോ. അത് ഒരു പാട്ടെഴുതിയില്ല. എന്നാണ്? ലെമന്റേഷൻസ്. കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു ഭക്തൻ. ദൈവമേ, ആരെയും ചുടുന്നു, ജനങ്ങളെ കൊല്ലുന്നു, കുട്ടികളൊക്കെ തറന്നു കിടക്കുന്നു. അതേ കരഞ്ഞു. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് എൻ്റെ 9-ാമത്തിൽ കരച്ചിൽ. അയ്യോ എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് ഉറവിയും കൊള്ളാമായിരുന്നു. വീപ്പിംഗ് പ്രൊഫറ്റാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ എഴുത്തിനകത്ത് ചില വെള്ളി വെളിച്ചങ്ങളുണ്ട്. അതാണ് 31-ാം അധ്യായം. ഹല്ലേലൂയ. ദൈവത്തിന് എപ്പോഴും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. 4 നാളായാലും വെച്ചാലും കർത്താവ് വരും. ഇതൊരു വ്യക്തിപരമായ ദൂതാണ്. എൻ്റെ ജീവിതത്തിൽ ആശയറ്റ് പോയെങ്കിൽ ഇനി വേണ്ട കർത്താവേ നീ പറഞ്ഞാലും അവൻ പറയും ഇല്ല മാർത്ത, ഞാൻ പറഞ്ഞില്ല എന്നോട്. കൂട്ടാ ഇന്ന് ദേവാത്മ സംസാരിക്കുക. നിനക്ക് പോലും പ്രതീക്ഷയില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുക. അയ്യോ വേണ്ട കർത്താവ് മതിയാക്കി കർത്താവ് ക്ലോസ് ചെയ്ത് അല്ല തുറക്കും കല്ലറ തുറക്കും. ഹല്ലേലൂയ. അടച്ചു വെച്ച ചില നമ്മൾ തുറക്കാൻ പോവുകയാണ്. നമ്മുടെ ദർശനങ്ങൾ, നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ, സ്വപ്നങ്ങൾ അവൻ നിവർത്തിക്കാൻ പോവുക. കല്ല് മാറ്റ കല്ലുകൾ മാറ്റപ്പെടുകയാണ്. ചിലത് ജീവിക്കാൻ വേണ്ടി പോകുകയാ. വ്യക്തി ജീവിതങ്ങൾ ചിലത് സംഭവിക്കാൻ പോകുകയാ. ഞാൻ അത് ക്ലെയിം ചെയ്യുന്നു. ഹാട്ടലാവോ അസാധാരണമായ ദൈവപ്രവർത്തികൾ കാത്തിരിക്കുക. അത് സംഭവിക്കുമ്പോൾ ലോകമല്ല അവൻ്റെ പിന്നാലെയാവും. അവനെ കാണാൻ, യേശുവിനെ കാണാൻ വേണ്ടി ലോകം അവൻ്റെ പിന്നാലെ ആകുന്ന സമയങ്ങളാണ്. ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ ആരംഭിക്കേണ്ടത് ഇവിടെ ഹല്ലേലൂയ. എക്സോഡസ് എന്ന് പറഞ്ഞ പുറപ്പാടെന്ന്. എന്തിനാ എക്സോഡസ്? ടു റീച്ച് കനാൻ. ഹല്ലേലൂയ. We are approaching that Canaan, that promised land. Hallelujah. എല്ലാം നിരാശ. ഒരുത്തനും പറ്റുന്നില്ല. പ്രമാണമൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. യോശുവാവിന് എവിടുന്നോ തൂത്തു ആരംഭിക്കിട്ടതാണ് പുസ്തകം. ക്രിസ്ത്യ സഭയ്ക്ക് അങ്ങനെയല്ലേ പറ്റിയത്? വേദവസ്തമില്ല. ലൂതർ തപ്പി പിടിച്ചൊരു വാക്യം കൊണ്ടുവന്നു, ജസ്റ്റ് ലീവ് ബൈ ഫെയ്ത്ത്. അത് കിട്ടി. പിന്നെന്തായാലും നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്ന് പരിഭാഷപ്പെടുത്തി പുള്ളിയെ കത്തിച്ച് കളഞ്ഞു. പിന്നെ പരിഭാഷ വന്നു, ബൈബിൾ തിരിച്ചു വന്നു. ഹല്ലേലൂയ. ഇവിടെ അതുപോലെ സംഭവിച്ചത്. ഇവിടെ യെരമ്യാവിന് വചനം കിട്ടി. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ചിന്ത നോക്കിയാൽ 31 വായിച്ച്, ആ കാലത്ത് ഞാൻ ഇസ്രായേലിന്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന്. ഇസ്രായേൽ ആദ്യം പോയി, യഹൂദയും പോയി. ഞാൻ വിടത്തില്ല.
ദൈവമക്കളെ ഒന്ന് മുറുകെ പിടിച്ച്, നീ ദൈവത്തിലാണോ? ദൈവം നിന്നെ കൈവിടത്തില്ല. എൻ്റെ അടുക്ക വരുന്നവരെ ഞാൻ ഒരു കാരണവശാലും ബൈ നോ വൈസ് ഐ വിൽ കാസ്റ്റ് ദം ഔട്ട്. ഐ വിൽ നെവർ 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 ലീവ് യു നോർ ഫോർസേക്ക് യു. ഗ്രീക്കിൽ എങ്ങനെയാ? ഒരിക്കലും 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 കൈവിടുകയില്ല, ഒരിക്കലും ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. Can a woman forget a sucking child? മുല പിടിക്കും ഞാൻ മറക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് മുല പിടിച്ച് കഴിഞ്ഞ കൃത്യം മറന്നു പോകും. മറക്കാൻ പറ്റുമോ? സ്റ്റിൽ യു ആർ ബ്ലീഡിങ്. മറക്കാൻ പറ്റുമോ? ഇല്ല. അവൾ മറന്നാലും ഞാൻ തന്നെ. ഹല്ലേലൂയ. ഒന്ന് ക്ലെയിം ചെയ്താൽ. Can a woman forget her sucking child? Even if she forgets, I will not forget you. ഹല്ലേലൂയ. ദൈവം പറയാണ്, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, നിങ്ങൾ ജനമായിരിക്കും. അടുത്ത വാക്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഞാൻ ഇസ്രായേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ. ഇപ്പോഴത്തെ പ്രവാസവും കട്ടതയും നോക്കണ്ട. I have loved you with an everlasting love. ഹല്ലേലൂയ. ഒന്ന് ആ സ്നേഹത്തിലേക്കൊന്ന് വന്നാട്ടെ. അവൻ എന്നെ നിത്യസ്നേഹത്താൽ സ്നേഹിച്ചിരിക്കുക. അതുകൊണ്ട് എൻ്റെ കരുണയെ ദുഃഖമാക്കിയിരിക്കുക. നിരാശപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ? അയ്യോ ദൈവദാസനെ ഞാൻ തകർന്നിരിക്കുന്നു, ഒന്നും അനുകൂലമല്ലാതെ പ്രതികൂലം ചിന്തിക്കുന്നുണ്ടോ? ദൈവം പറയുന്നു, അവിടെ എഴുതി ഇങ്ങനെയാണ്, ദൂരത്ത് നിന്നുകൊണ്ടും പറയുകയാണ്. എവിടെന്നാ പറയുന്നത്? ഇസ്രായേൽ അല്ല, ദൂരത്ത് നിന്ന് പറയുക, നിത്യതയെന്ന് പറയുക. എഫെസ് ലേഖനം, അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ സ്നേഹിച്ചു. തിമോഥെയോസിന് പറയുമ്പോൾ സകലകാലത്തിന് മുമ്പേ നൽകിയ രക്ഷ, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്നറിയാം? ഒരിക്കലും അത് മാറത്തില്ല. ഹല്ലേലൂയ. ഒന്ന് മുറുകെ കയറി പിടിച്ചേ, ആ വാക്കിനെ കയറി പിടിച്ചേ, ആ പ്രോമിസിനെ ഒന്ന് പിടിച്ചേ. എൻ്റെ ദൈവത്തെ സ്നേഹം നിത്യസ്നേഹമാണ്. അമ്മ മറന്നാലും അപ്പം മറന്നാലും പാസ്റ്റർ മറന്നാലും ലോകം മറന്നാലും എൻ്റെ അപ്പനെന്നെ മറക്കത്തില്ല, അമ്മ മറന്നാലും മറക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ദീർഘമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ കന്യകയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും. ഞാനെല്ലാം വരച്ചു വെച്ചിരിക്കുക. വീണ്ടും അഭിവൃദ്ധി ഉണ്ട്, നമുക്ക് അഭിവൃദ്ധി ഉണ്ട്. ഇരമ്യാവ് എഴുതിയില്ലേ, എൻ്റെ വിചാരം തിന്മയ്ക്കല്ല നന്മയ്ക്കാ. ദൈവങ്ങൾക്ക് പ്രത്യാശയുള്ളൂ. നീതിമാൻ അനർത്ഥങ്ങൾ അവയെല്ലാം അവനെ വിടുവിക്കും, ദുഷ്ടൻ അനർത്ഥം അവനെ കൊല്ലും. ഹല്ലേലൂയ. നോക്കുക, നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവർ. അയ്യോ, മരുഭൂമിയിൽ വാണ് തെറ്റിയവരോട് പറയുകയാണ്, നീ ഇന്ന് തപ്പെടുത്ത് നൃത്തം ചെയ്ത് സന്തോഷിക്കുന്ന ദിവസം വരാൻ പോവുക. ഒന്ന് ചങ്കത്ത് വെച്ച് പറഞ്ഞേ, എൻ്റെ ദൈവം എനിക്ക് അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. തകർക്കും നീ ദുഷ്ടഭുജത്തെ, ഉടയ്ക്കും നീ നീചപാത്രത്തെ. തകർക്കും നീ ദുഷ്ടഭുജത്തെ, ഉടയ്ക്കും നീ നീചപാത്രത്തെ. സിയോൻ പുത്രി ആർക്കുക എന്നും സ്തുതി പാടുക, നിന്റെ രാജരാജൻ എഴുന്നള്ളാറ. സിയോൻ പുത്രി ആർക്കുക എന്നും സ്തുതി പാടുക, നിന്റെ രാജരാജൻ എഴുന്നള്ളാറ. പീഡിതനോരഭയസ്ഥാനം സങ്കടങ്ങളിൽ നൽത്തുണ, പീഡിതനോരഭയസ്ഥാനം സങ്കടങ്ങളിൽ തുണനീ. ഞാൻ കൊലുങ്ങുകില്ല, ഒരു നാളും വീഴില്ല, എൻ്റെ യേശു എൻ്റെ കൂടെ. ചേർന്ന് പാടിയേ. ഞാൻ കൊലുങ്ങുകില്ല, ഒരു നാളും വീഴില്ല, എൻ്റെ യേശു എൻ്റെ കൂടെയുള്ളതാ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. ഞാൻ സന്തോഷിച്ചിടും എന്നു സ്തുതി പാടും, എന്നെ സൗഖ്യമാക്കി. ഉപവാസപ്രാർത്ഥനയിൽ വലിയ ദൈവപ്രവൃത്തി, ശാരീരിക സൗഖ്യം, ആത്മീയ ഉദ്ധാരണം, മാനസിക സമാധാനം, കുടുംബത്തിന്റെ വിടുതലുകൾ, രോഗത്തിന്റെ മോചനങ്ങൾ, ദേശത്തിന്റെ പേരുള്ള വലിയ സ്വാതന്ത്ര്യം, സഭയ്ക്കുള്ള ഒരു വലിയ അവസരം ദൈവം നൽകി തരണ്ടേ. എന്റെ പ്രിയൻ വാരിൽ വാരാറാ കാഹളത്തിൻ ധ്വനി കേൾപ്പാ,
എന്റെ പ്രിയൻ വാനിൽ വരാറായി കാഹളത്തിൻ ധ്വനി കേൾക്കാറായി മേഘധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിയിടും നാമം ചേർന്ന് പാടും ദൂത ആർക്ക് പറയാൻ പറ്റും നമ്മളൊന്ന് എഴുതട്ടെ സഭയിൽ എഴുതട്ടെ ഹല്ലേലൂയ സഭ ഞാൻ പറഞ്ഞ ആത്മീയമായി എഴുതുന്ന കാര്യമാണ് ഓ ഹല്ലേലൂയ ഓ നമ്മളെ ആർക്ക് പറയാൻ പറ്റുന്നില്ല എന്റെ പ്രിയൻ വാനിൽ വരാറാ കാഹളത്തിൻ ധ്വനി കേൾക്കാറാ എന്റെ പ്രിയൻ വാനിൽ വരാറാ കാഹളത്തിൻ ധ്വനി കേൾക്കാറായി മേഘധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിടും നാമം ചേർന്ന് പാടും ദൂതതുല്യരാ മേഘധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിടും നാമം ചേർന്ന് പാടും ദൂത തുല്യരാ ഞാൻ സന്തോഷിച്ചിടും എന്നു സ്തുതി പാടിടും എന്നെ വേഗമാക്കി വീണ്ടെടുത്ത് ഹല്ലേലൂയ. ഞാൻ സന്തോഷിച്ചിടും എന്നു സ്തുതി പാടിടും എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ ഞാൻ കുലുങ്ങുകില്ല ഒരു നാളും വീഴില്ല എന്റെ യേശു കുലുങ്ങുകില്ല ഒരു നാളും വീഴില്ല എന്റെ യേശുവന്റെ കൂടെയുള്ളതാ സിയോൻ പുത്രി ആർക്കുക എന്നു സ്തുതി പാടുക നിന്റെ രാജരാജനേഴു ഓ ഉപവാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഒരു വലിയ ആത്മപാർശയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഈ അവസാന ദിവസങ്ങളിൽ അവൻ നമുക്ക് വേണ്ടി വലിയ ശക്തി പകരട്ടെ. എന്റെ പ്രിയൻ വാനിൽ വരാറ കാഹളത്തിൻ ധ്വനി ആർക്ക് എതിർക്കാൻ കഴിയും? ആർക്ക് ആർക്കാൻ കഴിയും? ഓ ദൈവത്തിന്റെ കാഹളത്തോടെ കൂടെ ഓ ഹല്ലേലൂയ ഗംഭീരനാദത്തോടെ കർത്താവിന് ഗംഭീരനാദത്തോടെ വരുമ്പോൾ നാം ഉയർക്കും, നാം പറന്നുയരും. ദൈവസഭയെ ശക്തി ധരിക്ക്. പണ്ടത്തെ പോലെ ശംഭുവിന്റെ കാലം പോലെയല്ല, ശലോമോന്റെ കാലം പോലെയല്ല, യോശുവയുടെ കാലം പോലെ വാഗ്ദത്തം അവകാശമാക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ദൂതരാർത്ത് പാടിടും നാമം ചേർന്ന് പാടും ദൂത തുല്യരാ മേഘധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിടും നാമം ചേർന്ന് പാടും ദൂത തുല്യരാ മേഘധ്വനി മുഴങ്ങും ദൂതരാർത്ത് പാടിടും നാമം ചേർന്ന് ഓ ശാലാല ബാബാ ഏ ബാലാല ദാല ബാബാ ഗീലാര ബാബാ ബലഹദല ദാര ശംദുലബ കുലബലദാര ഖദുലബ ശംതേലബ കുലബലഹദലാദിയം തീരജാലഹല ഏകേരേരേ ബാലബ ശക്തമായ ദൈവ പ്രവർത്തിക്കുക. ഉലബലബ ഓ താൽക്കാലികമുള്ളതല്ല. ഹല്ലേലൂയ നിലനിൽക്കുന്നതിലേക്ക് ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ എൻ്റെ ഒരു ആത്മീയ മകനെ പാട്ട് എഴുതിയത് പക്ഷേ ജോസഫ് കെ മാത്യു IPCയിൽ വലിയ പാസ്റ്റർ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം കാസർഗോഡ് എന്നോട് ഒന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ സ്ഥാനപ്പെട്ട ആളാണ്. എൻ്റെ ആത്മീയ മകനാ. ഈ പാട്ട് അദ്ദേഹം എഴുതിയ പാട്ടാണ്. ഹല്ലേലൂയ. ഇരിക്കാമോ? നോക്കിയേ നിങ്ങൾ ഇനി അഭിവൃദ്ധി പ്രാപിക്കും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ ആരാധനയൊക്കെ തിരിച്ചു വരും. ഹല്ലേലൂയ. തപ്പെടുത്ത് ആരാധിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. അത് മാത്രമാണോ പാസ്റ്റേ? നീ ഇനിയും ശമരിയ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടം അയ്യോ എബി പാസ്റ്റേ തോട്ടങ്ങൾ വരെ ഉണ്ടാക്കണം. എവിടെ പറയായിരുന്നു ചില സ്ഥലങ്ങളിലേക്ക് ഓപ്പണിംഗ് ആയിട്ടുണ്ട്. ഇനി മുന്തിരിത്തോട്ടം ഉണ്ടാക്കണം. ഹല്ലേലൂയ. അനേകം ചീർത്തോട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അനേകരും നമ്മളുണ്ടാക്കുന്ന മുന്തിരിത്തോട്ടമാണ്. കർത്താവ് സാക്ഷാൽ മുന്തിരി വെള്ളി നമ്മൾ കൊമ്പുകളോ ചീർത്തോട്ടമല്ല കേട്ടോ. ആഹാവിൻ്റെ ആഗ്രഹം ചീർത്തോണ്ടോ പാവപ്പെട്ടവരെ കഴുത്ത് വെട്ടിക്കളഞ്ഞു, കല്ലെറിഞ്ഞു കൊന്നു. നമുക്ക് ഈ ദിവസം അങ്ങനത്തെ ഒന്നും വേണ്ട. നമുക്കിനി മുന്തിരിത്തോട്ടം ഉണ്ടാകും. ഹല്ലേലൂയ. ഇനിയും തോട്ടം ഉണ്ടാകും. സഭ തോട്ടമാ. തോട്ടങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആരാധന വരുമ്പോൾ തോട്ടങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. കൃഷിക്കാർ എന്നേക്കണം. യൂത്തൊക്കെ ഇറങ്ങട്ടെന്നേ, കൃഷി ഇറക്കുന്നേ. ഹല്ലേലൂയ. അങ്ങോട്ട് വാ. 15 ലക്ഷം ജനമുണ്ട്. വിശ്വാസികൾ 3000 പേര്. ഈ ചർച്ചയിൽ അംഗസംഖ്യ പോലും കാണത്തില്ല.
38 പഞ്ചായത്ത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ 2 പഞ്ചായത്ത് ഞങ്ങൾ വേറെ തുടങ്ങി. മഞ്ചേശ്വരം, പിന്നൊന്ന് വലിയ പറമ്പ് ഒരു ദ്വീപ് മുഴുവൻ ഒരു പഞ്ചായത്താണ്. ഒരു ക്രിസ്ത്യാനി ഞങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്തോടെ. ഇപ്പം വടക്കേരി എന്ന് പറയുന്ന 6 വരി പാത ഞങ്ങളെ കാസർഗോഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോവുക. അരമണിക്കൂർ കൊണ്ട് മംഗലത്ത് എത്താൻ പറ്റും. ഞങ്ങളുടെ ടൗണിലെ മുഴുവൻ ഫ്ലൈ ഓവർ 1.5 കിലോമീറ്റർ നീളത്തിൽ ഒറ്റ തൂണിൽ 6 വരി പാതയാണ്. ഒറ്റ തൂണിൽ സൗത്തിലെ ഏറ്റവും വലിയ മിറക്കിളാണത്. ദൈവത്തിൻ്റെ സന്ദർശനം അയച്ചിരിക്കുക. നമുക്ക് കാസർഗോഡ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വ്യാപിക്കട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് വ്യാപിക്കട്ടെ, അത് വടക്കേരിയിലേക്ക് വ്യാപിക്കട്ടെ. നമുക്കത് പ്രതീക്ഷയോടിരിക്കാം. ഈ പ്രാർത്ഥനകളെ നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതാക്കിയാണ്, കാര്യങ്ങൾ ചോദിച്ചാണ്. നോക്കിക്കേ, മുന്തിരിത്തോട്ടം ഉണ്ടാക്കും. എഴുന്നേൽപ്പിൻ, നാം സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് കയറി പോക എന്ന് കാവൽക്കാർ എഫ്രൈം മലനാട്ടിൽ വിളിച്ചു പറയുന്ന നാൾ വരും. ആൾക്കാർ പറയും നമുക്ക് താരത്തിലേക്ക് പോകാം, ചർച്ചിലേക്ക് ഒന്ന് പോയാൽ വർഷിപ്പ് പങ്കെടുക്കാം, ഒന്ന് പങ്കെടുത്ത് നോക്കാൻ അങ്ങനെ ഉണ്ടെന്ന്. വന്നാൽ പിന്നെ അവരെ രൂപാന്തരപ്പെട്ടേ പോകത്തുള്ളൂ. ഈ തീക്കകത്ത് ഇവിടെ തീയായി തീരുവരെ. ഹല്ലേലൂയ. ഈ സമയം ഒന്ന് കത്തട്ടെ കത്തട്ടെ കത്തട്ടെ, ആത്മാവിന്റെ അക്തി ഒന്ന് ആൾ കത്തട്ടെ. യഹോവ ഇപ്രകാരം ചെയ്യുന്നു. ഇപ്രകാരം അരുളി ചെയ്യുന്നു, യാക്കോബിനെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പിൻ, ജാതികളുടെ തലവനെ കുറിച്ച് സന്തോഷിച്ച് ആർപ്പിടുവിൻ. ഘോഷിച്ചും സ്തുതിച്ചും കൊണ്ട് യഹോവേ, ഇസ്രായേലിന്റെ ശേഷിപ്പായിരിക്കുന്ന നിന്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് പറവിൻ. ഞാൻ അവരെ വടക്ക് ദേശത്ത് നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരോടുകൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും നോവ് കിട്ടിയവളെയും എല്ലാം ശേഖരിക്കുകയും. സമയം കുറവുള്ളതുകൊണ്ട് ഇതെല്ലാം വായിപ്പിക്കും, നിങ്ങൾ വായിച്ചാൽ മതി. ഒരു 1000 പ്രാവശ്യം വായിച്ച വചനഭാഗമാണ്. ഇത് മുഴുവൻ വരച്ചു വെച്ചിരിക്കുക. ഇത് മുഴുവൻ പ്രോമിസാ. നോക്കിക്കേ, അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് മടങ്ങി. അവർ കരഞ്ഞും കൊണ്ട് വരും. യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും. അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈം എന്റെ ആദിജാതനുമല്ലോ. ജാതികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു. ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കുമെന്ന് പറവിൻ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ഇതെല്ലാം പ്രോമിസാ. ഈ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ആലയം നശിപ്പിക്കുന്നു, ആൾക്കാരെ കൊല്ലുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതാ സംഭവിക്കുന്നു. പക്ഷേ പുള്ളി പ്രവചിച്ച് പറയാ, ആത്മാവിൽ കാണണം കാര്യങ്ങൾ, കാണാത്ത കാര്യങ്ങൾ കാണണം. ഇതൊന്നും നിലനിൽക്കത്തില്ല, ഇതെല്ലാം വന്നതുപോലെ പോകും. ഹല്ലേലൂയ. നോക്കുക, ഇതൊക്കെ സംഭവിക്കും. അന്ന് 13 വാക്യം വായിച്ച്, അവരിന് ക്ഷീണിച്ച് പോകത്തില്ല, ക്ഷീണിച്ചു പോകയില്ല. അന്ന് കന്യകയും അല്ലേ സിസ്റ്ററെ 12 വായിച്ചു. അന്ന് അവർ വന്ന് സിയോൻ മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മകളും വരും. പ്രിയമുള്ളവരെ, ആരാധന യഥാസനപ്പെടുമ്പോൾ, ആത്മീയ കാര്യങ്ങൾ യഥാസനപ്പെടുമ്പോൾ ഇതെല്ലാം പുറകെ വരും. ധാന്യവും എണ്ണയും വീഞ്ഞും എല്ലാം വരും വരും വരും. ഞാൻ പ്രോസ്പെരിറ്റി ചെയ്തിട്ടൊന്നുമല്ല, പക്ഷേ ഏറ്റവും വലിയ പ്രോസ്പെരിറ്റി ചെയ്യുമോ നന്മയും കാരണം നമ്മുടെ പുറകെ വരും. ഹല്ലേലൂയ. നോക്കിക്കേ, അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകും. അവർ ഇനി ക്ഷീണിച്ചു പോകയുമില്ല. അന്ന് കന്യകമാരും യൗവനക്കാരും വൃദ്ധന്മാരും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഹോൾ നിറച്ച് കന്യകമാരും യുവാക്കന്മാരും എല്ലാം നൃത്തം ചെയ്ത അനുഭവങ്ങൾ. ഹല്ലേലൂയ. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും. എന്റെ ജനം എന്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. ഇതൊരു വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് വലിയ ആഴമേറിയ വിഷയങ്ങളാണ്. യെരമ്യാ ആത്മാവിൽ കാണുകയാണ്. ഈ വാക്യമാണ് മത്തായിയിൽ ഹെരോദ രാജാവ് യേശുക്കുഞ്ഞിനെ കിട്ടാഞ്ഞതുകൊണ്ട് കുറേ കുഞ്ഞുങ്ങളെ കൊന്ന സമയത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. റാഹേൽ മക്കളെ ചൊല്ലിക്കരയും. ഇത് ഈ പറഞ്ഞ പ്രവചനം നിവൃത്തിയാകാൻ വേണ്ടിയുള്ള ഒറ്റ വഴി ആര് വരണം? യേശുക്കുഞ്ഞ് വരണം. യേശുക്കുഞ്ഞ് വന്നാൽ പിന്നെ ഇതിനെല്ലാം മാറ്റം വരും. പിന്നെ ന്യായപ്രമാണവും വേണ്ട, പൗരോഹിത്യം വേണ്ട, പുതിയ ഉടമ്പടി ചെയ്യാൻ പോവുക. നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരും, ഞാൻ നിങ്ങളുടെ അപ്പനുമായിരിക്കും. അവരേക്ക് വരിക, ഞാൻ അതിലേക്ക് കൊണ്ടുവരിക. അപ്പം ഇവിടെ പറയുന്നത് അതിനിടയ്ക്ക് വലിയൊരു തടസ്സമാണ്. മോശെ കൊല്ലാൻ ശ്രമിക്കുന്നു, ഇല്ലേ? യോസേഫിനെ കൊല്ലാൻ ശ്രമിക്കുന്നു.
യേശു കൊല്ലാൻ ശ്രമിക്കുന്ന ദൈവവാക്യം തടസ്സപ്പെടുത്തുന്ന ശക്തികളുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യെരമ്യാ പറയുകയാണ്, ഇതാ ഒരു കരച്ചിൽ കേൾക്കാം, മക്കളെ ചൊല്ലി കരയുന്ന ഒരു റാഹേൽ. അവരില്ലാകിയാൽ അവരെ ചൊല്ലി ആശ്വാസം അവരില്ല, അതുകൊണ്ട് അവര് ആശ്വാസം കൈക്കൊള്ളാതെ വിഷമിക്കുകയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. ഹല്ലേലൂയ. നീ എന്തെല്ലാം നിലയിൽ തടയാൻ ശ്രമിച്ചാലും ഇനി കരയേണ്ടി വരില്ല മകളെ. ഹല്ലേലൂയ. നീ ഇനി കരയേണ്ട, കരച്ചിൽ തീർന്നിരിക്കുന്നു. യെരമ്യാ പറയും, കരച്ചിൽ കരയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. കാരണം അവരെല്ലാം തിരിച്ചു വരും. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. അവർ ശത്രുവിന്റെ ദേശത്ത് നിന്ന് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ ഭാവിയെ കുറിച്ച് ഒന്ന് ഞാൻ ഇതൊക്കെ വരച്ചു വെച്ചിരിക്കും. ചുവന്ന മഷിയുണ്ട്, കറുത്ത മഷിയെല്ലാം ഉണ്ട്. ഒന്ന് നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. നിന്റെ മക്കൾ കാസർഗോഡ് പോയിട്ട് ഇപ്പൊ 50 കൊല്ലമായെന്ന് പറയാം. കാസർഗോഡ് പോയിട്ട് 46 കൊല്ലമായി. ഇത് വിഷമിക്കുമ്പോഴൊക്കെ വാക്യങ്ങൾ വായിക്കും. ദൈവം പറഞ്ഞ് നിനക്ക് ഭാവിയുണ്ട്, ഭാവിയുണ്ട്, ഭാവിയുണ്ട്. 6 നൂറ്റാണ്ടായി പ്രിയമുള്ളവരെ, വല്ലതും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കുന്നില്ല. ഇല്ല, സംഭവിക്കും. നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും, മടങ്ങി വരും, മടങ്ങി വരും. ഓ, ഇതിന് പ്രൊഫറ്റിക് ആയിട്ടുള്ള വേർഡാണ്. ഹല്ലേലൂയ. ഓ, മക്കളെ ചൊല്ലി കരയുന്ന റാഹേലുമാരെ, മക്കളില്ലാത്തതുകൊണ്ട് നീ കരയുന്നത് ഇനിയും വേണ്ട. മക്കളെ കുറിച്ച് നീ കരയണ്ട, ഇനി നീ കരയണ്ട. അവർ മടങ്ങി വരും, അവർ മടങ്ങി വരും, അവർ മടങ്ങി വരും. പ്രത്യാശയുണ്ട്. ഒരു തലമുറ നിൽക്കട്ടെ, ഒരു തലമുറ നിൽക്കട്ടെ, ഒരു തലമുറ നിൽക്കട്ടെ. എക്സോഡസിന്റെ ഒരു ഉദാഹരണമാകട്ടെ. അഭ്യസിപ്പിച്ച ചെറുപ്പക്കാരുടെ നിര തന്നെ, ഒരു യുവാക്കന്മാരുടെ നിര തന്നെയാണ് നിൽക്കട്ടെ. നാനാഭാഗത്തേക്ക് അവർ ഓടട്ടെ. ഓ, പ്രത്യാശയുണ്ട്. അതിന് 20 വാക്യം വായിച്ച എഫ്രൈം എന്റെ വാത്സല്യപുത്രനോ, എന്റെ മോനെ, നീ എന്റെ വാത്സല്യപുത്രനല്ലേ, ഓമനക്കുട്ടിയോ, ഓമനക്കുട്ടനല്ലേ. ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെ കുറിച്ച് എന്റെ മനസ്സിൽ സ്ഥായിയായി. ദൈവത്തിൽ നമ്മളുള്ള മനോഭാവമാണ് ഇത്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്കാനിങ് റിപ്പോർട്ടാണ് കേട്ടോ. നമ്മൾ എങ്ങനെയെല്ലാം പോയാലും ഇവിടെ മോനെ എനിക്ക് വയ്യടാ, നീ അങ്ങനെ പോവല്ലേ, നീ ഓമന മോനല്ലേടാ. നമ്മൾ പറയില്ല മക്കളോട്, എടാ പൊന്നുമോനെ ഒന്ന് നീ ഇങ്ങനെ ഒന്ന് ഇരിക്കാതെ പല പഠിക്കടാ, വല്ലൊന്ന് കഴിക്കടാ. നിന്നെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലായത് അതുകൊണ്ടല്ലേ ഉള്ള അവനെ ചൊല്ലി ഉരുകുന്നു. അതുകൊണ്ട് ഞാൻ അവനോട് കരുണ കാണിക്കുമെന്ന് ഒരു തലമുറ ദൈവം എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോവുക. മക്കളെ ചൊല്ലി കരയണ്ട യാഹേലേ, ഇനി നീ കരയണ്ട. കരഞ്ഞ കാലം കഴിഞ്ഞു യാഹേലേ, ഇനി കരയണ്ട. മക്കളെ കുറിച്ച് കരയണ്ട. ഈ പ്രവചനമൊക്കെ നിവൃത്തിയായി ഈ പുസ്തകം കൊണ്ടാണ് ദാനിയേൽ പോയത്. 70-ാം ആണ്ടിൽ പുള്ളി വായിച്ചു നോക്കി. 70 വർഷം കഴിയുമ്പോൾ തീരും. പുള്ളി വായിച്ചു ഒരു 21 days ഫാസ്റ്റിംഗ് പ്രയർ. പുള്ളി പോയി കോഴ്സിനെ കണ്ടു. സാർ, ഞങ്ങളുടെ വചനപ്രകാരം ഇപ്പം ഞങ്ങൾ പോകേണ്ട സമയമായി. അതെയോ, എന്നാൽ പിന്നെ ഓടിട്ടേക്കാം. യഹോവയെ ആരാധിക്കാനുള്ളതെല്ലാം പോക്കോ. ഹല്ലേലൂയ. തിരിച്ചു വന്നു പറയാവുള്ളവരെ യെശയ്യാ എഴുതി വെച്ചു, കോരശേ അഭിഷിക്തനെ, നീ പോകുമ്പോൾ നിനക്ക് മുമ്പിൽ താമ്ര കഥകളയാൻ തകർക്കും, മുറിക്കും. ഹല്ലേലൂയ. കഥകൾ അടഞ്ഞു പോകത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? ഈ ബാബിലോൺ രാജ്യം അഹങ്കരിക്കുന്ന ബെൽഷസ്സർ എന്ന് പറയുന്ന രാജാവ് മദ്യപിക്കാൻ വേണ്ടി യഹൂദന്മാരുടെ ആലത്തിലെ പാത്രത്തിനകത്ത് മദ്യം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എഴുത്തു വന്നു, മേനെ തെക്കിൽ. ദാനിയേൽ വന്ന് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. നിന്റെ തീർന്ന് കാറ്റുപോയി. അന്നവരെ മദ്യപിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ ഈ ബാബിലോണിൻ്റെ ആ ഹെഡ് ക്വാർട്ടറിൽ ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി. ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയിൽ കൂടെയാണ് വരേണ്ടത്. ആ നദിയിൽ ഗേറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ ആ ലഹരിയിൽ അടയ്ക്കാൻ മറന്നു പോയതുകൊണ്ട് ഈ പേർഷ്യക്കാർ വന്നിട്ട് അവിടെ വെള്ളം തിരിച്ചു വിട്ട് കയറി വന്ന് അന്ന് രാത്രി അവനെ കൊന്നു. അങ്ങനെയാണ് മിഡോ പേർഷ്യൻ രാജ്യം ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ വഴി നോക്കി, നിനക്ക് വേണ്ടി അവൻ ഒരുക്കിയ വഴികൾ. ഹല്ലേലൂയ. ഓ, ഞാൻ ഈ ദൈവത്തെ അടുത്തറിയുന്നൊരു വ്യക്തിയാണ്. എൻ്റെ കർത്താവ് വിശ്വസ്തനാ, ഒരു വാക്ക് മാറാത്തവനാ. ദൈവമക്കളെ, ദൈവവചനമല്ല ഉവ്വെന്നും ആമേനെന്നുമാണ്. സാത്താൻ കള്ളനും കള്ളൻ്റെ അപ്പനും ആവാൻ പറഞ്ഞ് വിശ്വസിക്കരുത്. ഭയം സംശയങ്ങൾ തീരെ നീങ്ങുവാൻ എത്ര വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടോ താൻ. അതിലൊരു വള്ളി ഇല്ലാതാകുമോ, പോകയില്ലോർ പുള്ളി സാത്താനെ നീ പോ. എൻ്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉണ്ടിപ്പാറയിൽ. കർത്തനുള്ളം കയ്യിൽ മറഞ്ഞിരിക്കെ പേയിൻ സൂത്രം എന്നിൽ മുറ്റും വെറുതെ. മല്ലനായുധങ്ങൾ എല്ലാം പൊട്ടിപ്പോവും,
ഇല്ല ചഞ്ചലങ്ങൾ ധൈര്യമോതുലോ, എൻ്റെ അടിസ്ഥാനം അതോ ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉള്ളിപ്പാറയിൽ. അതുകൊണ്ട് ഇതെല്ലാം പറയാൻ കാരണമുണ്ട്. നമ്മുടെ കോറിലേക്ക് വരിക, എൻ്റെ പ്രധാന പദ്ധതി വരും 31 31 മറക്കല്ലേ, എല്ലാവരും എഴുതി വേണം. ജെറമ്യ 31. ഞാൻ യെരമ്യ 31. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു പുതിയ കാലം വരാൻ പോവാ. നമ്മൾ ആരൊന്ന് ഗ്രഹിക്കണം. നമ്മൾ പഴയ ഉടമ്പടിപ്പെട്ടവരല്ല കേട്ടോ. നേരത്തെ വടിപടി നമ്മുടെ ആരുടെയെന്ന് അറിയാം, നമ്മുടെ നാഗർ സാഹിബിൻ്റെയാ. അതിന് വേറെ പാട്ടുണ്ട്, ശൈശവപ്രായ വീഴ്ചകൾ മോശയാലുള്ള താഴ്ചകൾ നീക്കുകയെല്ലാം നായക ഏകുക. മോശയുടെ വടിയേ ഉള്ളൂ, മോശയുടെ വടിയേ ഉള്ളൂ. കാരണം നമ്മൾ ശിശുക്കളാണ്, ശൈശവപ്രായ വീഴ്ചകളുണ്ട്. സാഹിബ് പറയുന്നറിയാമോ, ആ ശൈശവം മാറി എന്ത് ചെയ്യണം? വാഗ്ദത്തമാം നിക്ഷേപം ആകയൻ സ്വന്തമാക്കുവാൻ പൂർണ്ണപ്രകാശം രക്ഷക പൂർണ്ണ വിശ്വാസത്തെയും പൂർണ്ണപ്രകാശം രക്ഷക പൂർണ്ണ വിശ്വാസത്തെയും എന്ത് ചെയ്യണം? പ്രാർത്ഥനയാലെപ്പോഴും ജാഗരിച്ചു പോരാടുവാൻ ശക്തിയരുൾനാഥനെ ഭക്തിയിൽ നിന്റെ സഹായം നൽകുക നിന്റെ മഹാപുരോഹിതൻ. പ്രിയമുള്ളവരെ, ഇവിടെ വായിക്കുന്നത് ഞാൻ യഹൂദയോടും ഇസ്രായേലിനോടും ചെയ്യുന്ന ഒരു പുതിയ ഉടമ്പടിയുണ്ട്. ആ കാലം വരും. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. പുതിയ നിയമത്തിൽ മാത്രമല്ല ഈ ഭാര്യ ഭർത്തൃ ബന്ധം. ദൈവം പറഞ്ഞു, നിങ്ങൾ എനിക്ക് ആരായിരുന്നു? ഭാര്യ, ഞാൻ ഭർത്താവായിരുന്നു. യെരമ്യാവ് പറയുന്നുണ്ട്, ഒരു കന്യക എന്ന പോലെ എന്നെ പറയും നടന്ന കാലമില്ലേ, നീ എന്നെ മറന്നു കളഞ്ഞല്ലോ. ഹോശേയ പറയുന്നുണ്ട്, ഈ ജനത്തിൻ്റെ പരസംഗ നിമിത്തം ഞാൻ മടുത്തു മോനെ, നീ ഒരു വേശ്യ കല്യാണം കഴിക്കും. ഗോമർദ്ദ സ്ത്രീയെ കല്യാണം കഴിച്ചു. അവൾ പിന്നെയും തോന്നിയ ദിവസം പോവുക. അവസാനം അവൾ പോയി പാപങ്ങൾ ചെയ്ത് അവൾ ഒരു അടിമയായി പോയി. നീ പോയി വില കൊടുത്ത് വാങ്ങാൻ പറഞ്ഞു. വില കൊടുത്ത് വാങ്ങി ഒരു മരുഭൂമി കൊണ്ടുപോയി സംസാരിച്ച് പിന്നെ അവളെ സ്വന്തം ഭാര്യയാക്കി. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണമാണ്. എത്ര പിന്മാറി പോയോ ആരും സ്നേഹിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. എസ്കേല് ഒരു അടയാളമായി. മോനെ ഇങ്ങനെ കിടക്കടാ, കുറച്ച് നാൾ ഇങ്ങനെ കിടക്കടാ. ദൈവത്തിൻ്റെ സ്നേഹം അതാണ്. അത് പഴയ നിയമമാണ്. ആ ഉടമ്പടി നിലനിന്നില്ല, അതിൽ ആരും ഗുണം പിടിച്ചില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു പുതിയ ഉടമ്പടി എന്ന കാലം വരാൻ പോവുക. ഹല്ലേലൂയ. അന്ന് ഒരു നിയമം ലംഘിച്ച് വായിച്ചേ. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം, ഈ പഴയ നിയമകാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകും. ഒരു നിയമമല്ല, ഇത് കവനൻ്റാണ്. എന്താണത്? നിയമം ചെയ്യരുത്. മോശയുടെ നിയമങ്ങളാണ്, 10 ലോസാണ്. ഇതെന്താണ്? കവനന്റ്. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. ദൈവമക്കളെ, ഒരു വലിയ മർമ്മത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ പോവാം. പഴയ നിയമകാലത്തുള്ള ഒരു ഉളവും നിന്നില്ല. മോശ പോലും അക്കരെ കയറിയില്ല. യോശുവ സ്വസ്ഥത വരുത്തിയില്ല. ശലോമോനെ പോലെ ആരും ഇല്ലാതെ അവൻ തെറ്റിപ്പോയി. ആസ അവസാനം ദൈവത്തോട് മത്സരിച്ച് അവൻ ചികിത്സിക്കുകയൊക്കെ ചെയ്ത് അവൻ ദൈവത്തോട് മത്സരം അവൻ പോയി. ഇസ്കിയാവൻ അവസാനം നീളം വന്നിട്ട് മക്കൾ പോലും ഇല്ലായിരുന്നതിന് 15 വർഷത്തിന് ഒരു മോൻ ജനിച്ചു. അവൻ അവസാനം മഹാവൻ തോന്നിയ അവസ്ഥയെ മാറി. യോശുവ അനുസരിക്കാതെ പോയിട്ട് അവൻ്റെ മക്കളുടെ കാലത്താണ് പ്രവാസി പോയിട്ട് വന്നത്. ഇത്രയേ ഉള്ളൂ പഴയ നിയമം. പക്ഷെ ദൈവഹൃദയത്തിനകത്ത് മോനെ എനിക്കിതിനോട് അലിവ് തോന്നുന്നു. ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യാൻ പോവാ. നിൻ്റെ ഭാഗത്തിന് ഒന്നും വേണ്ട, ഞാൻ ഉടമ്പടി ചെയ്യാൻ പോവാ. ഞാൻ നിന്നെ കൈക്കൊള്ളും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിനക്ക് പിതാവായിരിക്കും.
നീ എനിക്ക് പുത്രനും പുത്രിയുമായിരിക്കും. നിത്യസ്നേഹത്തിൻ്റെ ഫലമാണത്. നമ്മൾ ആ കമൻറ്റിൽപ്പെട്ടവരാണ് പ്രിയമുള്ളവർ. നമ്മൾ മനസ്സിലെ ആ മുഴുവൻ ഒന്ന് പഴയ രീതി കളഞ്ഞാൽ, പഴയ എന്താ സോഫ്റ്റ്വെയർ മാറ്റി കളഞ്ഞാൽ നമ്മൾ പുതിയ ഒരു ഉടമ്പടിപ്പെട്ടവരാണ്. ഹല്ലേലൂയ. പുതിയ ഉടമ്പടി കർത്തൃമേശ സമയത്ത് മാത്രമല്ല ഓർക്കേണ്ടത്, നമ്മൾ പുതിയ ഉടമ്പടിക്ക് പ്രവേശിക്കേണ്ടവരാണ്. എനിക്ക് ഒത്തിരി പറയാനുണ്ട്, ഞാൻ ഒത്തങ്കിൽ വൈകുന്നേരം പറയാം. ഇവിടെ വായിക്കുന്നത്, അവർ അപാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ഇനിയും ആരും ഒരു യാവും കഴിക്കേണ്ട, ആരും ഇനി പ്രത്യേകിച്ച് മടങ്ങി വരേണ്ട. നിങ്ങൾ എല്ലാവരും എന്നെ അറിയും, നിങ്ങളുടെ അകത്യം പ്രമാണം തരും. അങ്ങനൊരു കാലം വരും. ഹല്ലേലൂയ. ഒരുത്തൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയായ, പഴയത് കഴിഞ്ഞു പോയി, സകലം പുതുതായിരിക്കുന്നു. ക്രിസ്തുവിലായാൽ മതി. കംപ്ലീറ്റ് മാറിയ കാര്യങ്ങൾ. അത് പ്രവൃത്തിയുടെ രക്ഷയാണ്, സൗജന്യ രക്ഷയാണത്, വിശ്വാസ രക്ഷയാണത്. നോക്കണേ, എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം അവൻ താഴെ പറയുന്നതാണ്. സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവ എന്ന് നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ വ്യവസ്ഥ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിക്കും സദാകാലം എൻ്റെ മുമ്പിൽ ഒരു ജാതി ആകാതെ വണ്ണം മുടിഞ്ഞു പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് എന്തോ പറയാൻ പറ്റൂ, എങ്ങനെ പറയാൻ പറ്റും? നോക്കിയേ, സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വ്യവസ്ഥ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അറിവാൻ തക്കണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവ നാമുള്ളവനായ യഹോവ പറയുന്നു, എൻ്റെ ഈ ഉടമ്പടി മാറുന്നെങ്കിൽ ഇതെല്ലാം മാറിപ്പോകണം. ഇത് ദൈവം എന്താ ചെയ്യേണ്ടതാ? ഇത് തന്നെ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നീ മുഖാന്തരം സന്ധി മുഖാന്തരം ഭൂമിയിലെ എല്ലാവരും കേൾക്കപ്പെടും. സംശയമുണ്ടോ? ആണയിടാം, എന്നെ കൊണ്ട് തന്നെ ആണയിട്ടിരിക്കുന്നത്. ദൈവത്തിന് മാറ്റമൊന്നുമില്ലെന്നേ. ഒന്ന് കയറി പിടിച്ചാൽ മതി. വാക്തികൾ അവകാശമാക്കുന്നതായി തീരണം നമ്മൾ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിൽ ഒത്തിരി വാഗ്ദത്തത്തെ പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഞാനും ആഗ്രഹിക്കുന്ന ഭാരതത്തിന്റെ മുഖച്ഛായ മാറുന്ന ഒരു ഉണവനെ നീ അയച്ചേ പറ്റൂ. നിനക്ക് മുഖപക്ഷം ഇല്ല കർത്താവേ. ഞാൻ മിഷണറിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം മൊറേവിയൻ നമുക്ക് ചിന്തിച്ചു. 1727 കൗൾ സിൻസൺ ഡോർഫ് എന്ന് പറയുന്ന ഒരു ഭക്തനായ ചെറുപ്പക്കാരൻ ദൈവ വിളിയുണ്ടായത്. അദ്ദേഹത്തിന് വലിയ ആത്മഭാരം. പ്രാർത്ഥിച്ച് അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. കുഞ്ഞാട് ജയിച്ചിരിക്കുന്നു, നമുക്ക് അവനെ അനുഗമിക്കാം. ദർ ഇസ് ഓൺലി വൺ പാഷൻ ഫോർ മീ, ഇറ്റ് ഈസ് ജീസസ് ആൻഡ് ജീസസ് ഓൺലി. അത് വ്യാപിച്ച് അനേക മിഷൻ വേലയ്ക്ക് ഇറങ്ങി. ജർമ്മനിയിലെ കാര്യമാണ്. ജർമ്മനിയിൽ അന്ന് 1727 ആരംഭിച്ച ഉണർവ് 100 വർഷം നിലനിന്നു. ഹല്ലേലൂയ. നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ അതുപോലുള്ള കാര്യങ്ങൾ? അവർ ലോകത്തെല്ലാം ഒന്ന് പോയി. അവരുടെ ശക്തരായിരിക്കുന്ന ഒരു കാർപ്പൻ്ററും അതുപോലെ തന്നെ ഒരു പോട്ടറും 2 ചെറുപ്പക്കാർ ഒരു കപ്പലിൽ കയറി. വെസ്റ്റ് ഇൻഡീസിലേക്ക് പോകുന്ന ഒരു കപ്പലാണത്. അവിടെ അടിമകളെ കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അടിമകളായിട്ടുള്ളവരെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുന്ന സ്ഥലമാണ്. ഇവർ 2 പേരും ചന്തയിൽ നിന്നു ഇവരെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയി. എന്താണെന്നറിയാമോ? അവിടെ ഈ സുഷ അറിയിക്കണം. ഒരിക്കലും മടങ്ങാതെ അവിടെ മരിക്കുന്നതോടെ എനിക്ക് യേശുവിനെ കുറിച്ച് പറയണം. 2 ഉജ്ജ്വല വാക്കിമാരായിരുന്ന 2 പേരും അടിമകളായി പോവുകയാണ്. കപ്പൽ നീങ്ങുമ്പോൾ കേൾവി പറഞ്ഞു, ലെറ്റ് ദ ലാംബ് റിസീവ് ദ റിവാർഡ് ഓഫ് ഹിസ് സഫറിങ്. കഷ്ടത്തോടെ കർത്താവിൻ്റെ കഷ്ടതയുടെ പ്രതിഫലം വാങ്ങിക്കട്ടെ. അവിടെ ആത്മകൾ നേടിക്കൊടുക്കും ഞാൻ. കാസർഗോഡ് മാത്രമല്ല, ഇന്ത്യയുടെ അനേക ഭാഗങ്ങളിൽ. ഹല്ലേലൂയ. നമുക്കൊന്ന് ആത്മഭാരം ഉണ്ടാക്കി തീരട്ടെ. സഭ ഉണർത്തപ്പോൾ എല്ലാ തരത്തിലും ഉണ്ടാകട്ടെ. റീച്ച് ചെയ്യാത്ത അനേക ഗ്രാമങ്ങൾ കണ്ടുപിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങോട്ട് പോകാൻ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നതെന്നറിയാമോ? ഈ ഉടമ്പടിക്ക് മാറ്റമില്ല. പിന്നെ ഞാൻ പറയുകയാണ്, അടുത്ത വാക്യം ഇപ്രകാരം അരുളി ചെയ്യുന്നു, മീതെ ആകാശത്തെ അളക്കുവാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ശോധന ചെയ്യുവാനും കഴിയുമെങ്കിൽ ഞാനും ഇസ്രായേൽ സന്തതിയൊക്കെയും അവർ ചെയ്ത സകലവും നിമിത്തം തള്ളിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കണ്ടേ, ആകാശത്തെ അളക്കാനും ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെ ശോധന കഴിയുമെങ്കിൽ മാത്രമേ ഞാനും മാറത്തുള്ളൂ. നമ്മളെ കാര്യമേ നോക്കുന്നില്ല. നീ ആരായിക്കോട്ടെ, ഇതൊരു ഒളിമ്പിളിയാ, അത് ഓൺ സൈഡാണിത്. ഇതൊരു കവനൻ്റാ. ഇത് എഗ്രിമെൻ്റ് അല്ല, നോയപ്രബിൾ എഗ്രിമെൻ്റാ. നീ ചെയ്താൽ ഞാൻ ചെയ്യാം, അല്ലേ നിനക്ക് പോക്കാം. ഇതല്ല, ഞാൻ ചെയ്തിരിക്കും. ഇതെല്ലാം മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഇത് മാറത്തുള്ളൂ. ഒന്നും കയറി പിടിച്ചേ നിങ്ങൾ. ഹല്ലേലൂയ.
ദൈവത്തിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകിലും എൻ വാക്കുകൾ ഒഴിഞ്ഞു പോകാ ഒരു നാളും. ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും ഞാൻ തന്നെ കൈവിടുക ഇല്ല ഞാൻ ഒരിക്കലും നിന്നെ. ഒന്നും ഭയപ്പെടേണ്ട നീ വിശ്വസിക്കെന്നിൽ ഓരോ നിമിഷവും ആയുസിൻ കാല ഞാൻ ചെയ്തിടുന്നതു നീ അറിഞ്ഞിടായിലും നിന്നരികിൽ വരുവാൻ ഞാൻ താമസിക്കേ. ഇതൊക്കെ പഴയ ഭക്തന്മാരുടെ പാട്ടുകളാണ്. ഞാൻ പെന്തക്കോസ്തുകാരുടെ ചോദിച്ചെങ്കിൽ ഞാൻ ഇതൊക്കെ എനിക്ക് ഇഷ്ടം. ഞാൻ പണ്ട് CSI പള്ളിയിലേക്ക് പോയി അവരിങ്ങനെ വായിക്കും, അവർ ഗ്രഹിക്കുന്നില്ല, ഞാനത് ഗ്രഹിച്ചാൽ ഇത് സന്തോഷിക്കും. അവർ കീബോർഡിലെ അതിൻ്റെ റിതമേ നോക്കുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ അർത്ഥം എന്ത് ഡീപ്പാണെന്നറിയാമോ? റിവൈവൽ സോങ്സാണ് ഇതൊക്കെ. ഹല്ലേലൂയ. മടങ്ങി വരാം. ഇതൊക്കെ അപ്പം ഇത് ഒരു മാറ്റവും ഇല്ല കേട്ടോ, ഒരു മാറ്റവും ഇല്ല. എബ്രായ ലേഖനം വായിക്കുന്ന സമയമില്ല, അവിടെ വായിക്കുന്നത് ദൈവം തന്നെ കൊണ്ട് ആണിയിട്ടു. ഇത് ദൈവത്തിന് മാറാൻ പറ്റുന്നില്ല, ദൈവം തന്നെ കുടുക്കിയിട്ടു. നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തിന് എന്തോ മാറിപ്പോയെന്നോ. ദൈവം പറയുന്നില്ല, ഞാൻ മാറത്തില്ല, നീഞ്ഞു വാ. ദൈവത്തിന് കള്ളം പറയാൻ പറ്റുന്നില്ല, ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ട്. കർത്താവേ തരൂ, കർത്താവേ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എടാ നീ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞതാ. ഹല്ലേലൂയ. മാറിപ്പോകാത്തതും ദൈവത്തിന് ഫോഷ്ക്ക് പറയാൻ കഴിയാത്തമായ രണ്ട് വാഗ്ദത്തങ്ങളാവുള്ളൂ. ഒന്ന് ആണയും വാഗ്ദത്വമാണ്. ആ പ്രത്യാശ ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്. തിരമാലം പറഞ്ഞ കള്ളിക്കൂടെ പോകുമ്പോൾ നങ്കൂരം ഇട്ടാൽ പിന്നെ അത് ആലയത്തില്ല, ഉലയത്തില്ല. പിടിച്ചോ ഏറി വന്നാലും നീ ഉലയത്തില്ല, ഞാൻ കുലുകയില്ലെന്നതാ ജോസഫ് പാടിയത്. ഹല്ലേലൂയ. ഇന്ന് ഉറക്കട്ടെ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്ന് പാറ പോലെ ഉറക്കട്ടെ. എൻ്റെ ആങ്കർ, എൻ്റെ ഹല്ലേലൂയ ആ നങ്കൂരം തിരശ്ശേരിക്ക് അപ്പുറത്തുണ്ട്, അവൻ അവിടെ ഉണ്ട്, അവനാ നിയന്ത്രിക്കുന്നത്. അവസാന ഭാഗം നമുക്ക് വായിച്ച് ഇപ്പം നിർത്താം. നഗരം ഹനനേൽ ഗോപുരം മുതൽ കോൺവാതിൽ വരെ യഹോവയ്ക്കായി പണിവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യെരൂശലേം പണിയാൻ പോവാ. ശ്രദ്ധിക്കണേ, ഇപ്പം നമ്മൾ ക്ലൈമാക്സ് ആകാൻ പോവാ. ഞാൻ 5 മിനിറ്റ് നിർത്തും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി. യെരമ്യാ ആത്മാവ് കണ്ട കാഴ്ചയാണ്. ഒരു പുതിയ കാലം വരും. ഇത്രയോ രാജാക്കന്മാർ വന്നുകൊണ്ട് ഉണ്ടാക്കി കിതിരം തോട്ടി കൊണ്ട് എറിഞ്ഞില്ലേ, അവിടെ മുഴുവനും നശിച്ച്, അവിടെ മുഴുവൻ ശവങ്ങളും വെണ്ണീറും കലങ്ങി മറിഞ്ഞ് നാറുന്ന ഗാർബേജ് കിടക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് പിന്നെയും ഉണ്ടായി, പിന്നെയും പോയി. ഇനി അങ്ങനെ സംഭവിക്കത്തില്ല. ഞാൻ നഗരത്തെ എന്ത് ചെയ്യും? മാറ്റും. അളവുചരട് പിന്നെയും നേരെ ഗാരേബ് കുന്നിലേക്ക് ചെന്ന് ഗോബഹിലേക്ക് തിരിയും. ശവങ്ങൾക്കും വെണ്ണീരിനുമുള്ള പതുക്കെ വായിക്കണം. ശവങ്ങൾക്കും വെണ്ണീരിനുമുള്ള താഴ്വര മുഴുവനും കിദ്രോൻ തോട് വരെയും കിഴക്കോട്ട് കുതിരവാതിലിന്റെ കോണ് വരെയുമുള്ള നിലങ്ങൾ മുഴുവനും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. ആമേൻ. ശവങ്ങളും വെണ്ണീരും വലിച്ചെറിയുന്ന ഈ കിദ്രോൻ തോടുള്ള സ്ഥലങ്ങളെല്ലാം യഹോവയ്ക്ക് വിശുദ്ധമാകാൻ പോകുന്ന കാലം വരുന്നു. അതിനെ ഇനി ഒരു നാളും പറിച്ചു കളയുകയില്ല. എന്താ കാര്യം അറിയാമോ? യോഹന്നാൻ 18:1 യേശു എന്താ കാര്യം അറിയാമോ? മുഴുവൻ മാനവരാശിയുടെയും മുഴുവൻ അഴുക്കും ശിക്ഷയും ശാപവും നരകവും മരണമല്ല ചുവന്നുവല്ലവൻ കീഴോട് കടന്നു. ഗസമനായി പോയിരുന്നവൻ രക്തം വിയർപ്പ് ആയിട്ട് അവൻ വീഴ്ത്തിക്കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥിച്ചിട്ട് അവൻ തകർന്നു. അവനെ തകർക്കാൻ നമുക്ക് ഇഷ്ടം തോന്നി. അവൻ നമ്മളെ പാപം ചുവന്നോട് പോയി. കിതിരോട് കടന്ന് യേശു കിതിരോനെ മാറ്റിയെടുത്തു. ശാപം മാറ്റി, നാശം മാറ്റി, മൃത്യു മാറ്റി, നരകം മാറ്റി, എല്ലാം മാറ്റി പുതിയ ഒരു നഗരമാക്കി മാറ്റി വിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുക. ആഴത്തിലേക്ക് ഗ്രഹിക്കേണ്ട കാര്യം ആത്മഗ്രഹിച്ചാൽ മതി, ബുദ്ധി ഗ്രഹിക്കേണ്ട. മനസ്സോടെ ശവമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത
നിനക്ക് ഈ വേദന വരുത്തി വെച്ചതി നീജൻ ഞാനയ്യോ. നിനക്ക് ഈ വേദന മല പോലെ ശാപം ജ്വലിച്ചിറങ്ങി നിലത്തിൻ പാതകം ആലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വാലിമ വിട്ടല്ലോ. ദൈവമക്കളെ, ആ ഉടമ്പടി ചെയ്യുവാൻ കാരണമായത് അന്ന് കിദ്രോനോട് കടന്ന സമയത്ത് ഗെത്സെമനെത്തി. ഗെത്സെമനെ പറഞ്ഞാൽ അറിയാമോ? എന്താണെന്നറിയാമോ? ഒലിവ് പ്രസ് എന്ന ഒലിവിനെ അല്ലെങ്കിൽ ഓയിൽ പ്രസ്, വലിയ കല്ലിൻ്റെ ചക്കത്തിനകത്ത് ഒലിവ് കായ്കൾ ആട്ടുന്ന സ്ഥലമാണത്. നമുക്കറിയാം, മൗണ്ട് ഒലിവ് എന്ന് പറഞ്ഞാൽ ഒലിവ് വൃക്ഷങ്ങളുടെ ഒരു മലയാണത്. അതിന് താഴെയാണ് ഗെത്സെമന. ആ മലയിലെ എല്ലാ ഒലിവ് കായ്കളും കൊണ്ടുവന്ന് ആട്ടുന്ന ചക്കുള്ള സ്ഥലമാണ് ഗെത്സെമന. നമ്മുടെ കർത്താവ് നമ്മുടെ എല്ലാവരുടെയും പാപവും ശാപേറ്റുമുണ്ട്. നമുക്ക് വേണ്ടി ചതഞ്ഞറിഞ്ഞു, നമുക്ക് വേണ്ടി അവൻ രക്തം ചിന്തി. യെശയ്യാ പറയുമ്പോൾ അവനെ തകർക്കാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ കഷ്ടം വരുത്തി. അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റ് അവൻ വാഴ്ത്തി തകർന്നു. കണ്ടാൽ എന്നും അവൻ വിരൂപനായി തീർന്നു. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദന അവൻ ചുമന്നു. ഹല്ലേലൂയ. യേശു അക്കരെ പോയതുകൊണ്ട് ഇതിൻ്റെ മൂച്ചായ മാറി. ഒരു പുതിയ ഉടമ്പടി ചെയ്തു. ഇനി നിങ്ങൾ എനിക്ക് സ്വന്തം ജനമായിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ദോഷം സംഭവിക്കത്തില്ല. ഞങ്ങൾ അകൃത്യങ്ങൾ ഇനി ഓർക്കത്തില്ല. ശാശ്വതമായൊരു ഉടമ്പടിയാണ് പ്രിയമുള്ളവരെ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എഴുതി നിൽക്കാമോ? നമുക്ക് ആ ഉടമ്പടി ഒന്ന് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴും അവസാനിപ്പിക്കാം. നമുക്ക് വൈകുന്നേരം അതിന് വിശദാംശം ചിന്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കാം. കിദ്രോൻ തോടിൻ്റെ മുഖച്ഛായ മാറി. അത് യഹോവയ്ക്ക് വിശുദ്ധമാണ്. അവിടെ ഒറ്റ അഴുക്കും ഗാർബേജൊന്നും ഇല്ല. ആ ഗാർബേജ് എല്ലാം യേശു കൊണ്ടുപോയി. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പാപം അറിയാത്തവനെ നാമനിൽ നീതിയാകുവാൻ പാപമാക്കി. അവൻ ശാപമൂർത്തി ഏറ്റു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അവൻ പാപത്തെ ചുമന്നൊഴിച്ചു. സർവ്വശാപങ്ങളും നീക്കി. ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവൻ നമുക്ക് വേണ്ടി മരത്തിൽ തൂങ്ങപ്പെട്ടു, ശാപമായി തീർന്നു. ഹല്ലേലൂയ. യേശു കിദ്രോനോട് കടന്നതോടുകൂടി ചരിത്രം മാറി. പുതിയ ഉടമ്പടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ഉല്ലസിക്കാം. പാപക്ഷമ കിട്ടി, നിത്യജീവൻ കിട്ടി. ഓ, സ്വർഗീയ അവകാശം ലഭിച്ചു. നാം മക്കളാണ്. അല്ലില്ലേ, നാം ഇനി അശുദ്ധരല്ല, നാം ഇപ്പോൾ വിശുദ്ധരാണ്. കിദ്രോൻ എന്ന അശുദ്ധിയുടെ സ്ഥലമല്ല, കിദ്രോൻ എന്ന വിശുദ്ധമാണ്. ഹല്ലേലൂയ. ഭയപ്പെടാതിരിക്കേ, നിനക്ക് ശാപമില്ല, നിനക്ക് ഇനിയും അല്ലെങ്കിൽ ശിക്ഷാവിധിയില്ല. നിനക്ക് രോഗസൗഖ്യമുണ്ട്, വിടുതലുണ്ട്, നന്മയുണ്ട്. ഓ റബാലഹടാലത. അല്പസമയത്ത് ദൈവത്തെ ആരാധിച്ചേട്ടെ. ഹല്ലേലൂയ. ഓ, ഒരു 8-10 മിനിറ്റുകളുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ വചനമൊന്ന് ഉള്ളിലേക്കൊന്ന് ആഴത്തിലൊന്ന് നമുക്ക് ഒന്ന് ഭക്ഷിച്ച് ആരാധിച്ച് ബലപ്പെടാം. ഹല്ലേലൂയ. ആ പുതിയ കവനന്റിൻ്റെ അനുഗ്രഹങ്ങളിലേക്കൊന്ന് പ്രവേശിക്കാം, അതൊന്ന് ആസ്വദിക്കാം. എത്രയോ നൂറ്റാണ്ടുകളായി കഴിയാതിരുന്ന കാര്യം. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, അവൾക്ക് ആശ്വാസം കിട്ടിയില്ല. എന്ന പ്രവാചകൻ, ഇനി കരയേണ്ട മക്കളെ. ഹല്ലേലൂയ. ഞാനിതിനോട് അലിവ് തോന്നുന്നു. നീ രോമന മോനല്ലയോ? നിന്റെ ബസ്സിൽ പ്ലാനുണ്ട്. എനിക്കൊരു പുതിയ ഉടമ്പടിയുണ്ട്. അന്ന് ഞാൻ നിന്നെ പുതിയ ഉടമ്പടിയാൽ എന്നെ സ്വന്തമാക്കും. ഹല്ലേലൂയ. നിനക്കിനിയും ഒന്നും പേടിക്കേണ്ട. ഞാൻ പുതിയ സൃഷ്ടിയാക്കി തീർക്കും. പ്രമാണം നിനക്കിനി പ്രശ്നമല്ല. ഞാൻ നിത്യ ഉടമ്പടി ചെയ്യുക. അത് മാറിപ്പോകുന്ന ഉടമ്പടിയല്ല, മാറാത്ത ഉടമ്പടിയാണത്. എല്ലാവരും ധ്യാനിച്ച് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യ ഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത് കഴിഞ്ഞ് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ അന്തരാത്മാവിലേക്ക് സത്യം ഇറങ്ങി ചെല്ലട്ടെ. ബുദ്ധിക്ക് പരിമിതിയുണ്ട്. ബുദ്ധിക്ക് അപ്പുറമായി ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഈ സത്യങ്ങളെ ദൈവാത്മാവെന്ന് അഴുത്തി എഴുതട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് സ്വാതന്ത്ര്യം അനുഭവിക്കാം. ശിക്ഷാവധിയിൽ പോയി നമുക്ക് വിരോധമായി കൈയെഴുത്ത് വായിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ പ്രമാണം തന്നു, ഇനിയും പാപങ്ങളെ ഓർക്കത്തില്ല. ഹല്ലേലൂയ. നിനക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഞാനൊരു ആത്മാവ് ഉള്ളിലാക്കും. നിങ്ങൾ മക്കളെങ്കിലും അവകാശങ്ങളുമാകുന്നു. ഹല്ലേലൂയ. ഇനിയും തൃപ്പെടുത്ത് നൃത്തം ചെയ്യുന്നതിനെ സ്തുതിക്കുന്ന ദിവസങ്ങളെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ കന്യകമാരും യുവാക്കന്മാരും വൃദ്ധന്മാരും എല്ലാം ഒന്നിച്ചാർന്ന് നിൽക്കുന്ന നിമിഷങ്ങൾ. അല്ലെങ്കിൽ അന്ത്യകാത്താത്മാവിനെ പകരുമ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ പ്രവചിക്കും. ഹല്ലേലൂയ. അവർക്ക് ദൃശ്യങ്ങളെ കാണും, കൃത്രിമ സ്വപ്നങ്ങളെ കാണും. ഹല്ലേലൂയ. ആ ഉടമ്പടിയുടെ കാലമാണിത്. ഓ റബാബ. നിനക്കറിയാമോ പെസഹ രാത്രിയിൽ ആണ് കർത്താവ് അങ്ങോട്ട് പോകുന്നത്. അത് തൊട്ട് മുമ്പാണ് കർത്താവ് അപ്പം മുറിച്ച് കൊടുത്തത്.
നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന ശരീരം. അവൻ പാനം അതുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു. അന്ന് അവൻ ഉടമ്പടി സ്ഥാപിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അന്ന് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അന്ന് പെസഹ രാത്രിയിൽ യഹൂദന്മാരുടെ ഭവനങ്ങളിൽ യെരുശലേമിൽ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അല്ലെങ്കിൽ 3 മില്യൺ എന്ന് വെച്ചാൽ 30 ലക്ഷം യഹൂദന്മാർ വന്നിട്ടുണ്ട് പെസഹ ആചരിക്കാനായിട്ട്. 3 മില്യൺ 30 ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു 2,50,000 ആടിനെ അറുത്തിട്ടുണ്ട്. ആ ചോരയെല്ലാം ഒഴുകുന്നത് കിദ്രോനിലേക്ക് ഒഴുകുന്ന ആ ചോരപ്പടിയുള്ള വഴിയാണ് യേശു കടന്നു പോയത്. ഇനിമേലെ ഒരു ആട് വറുക്കപ്പെടണ്ട, ഇനിമേലെ ഒരു ചോരപ്പടി ഒഴുകണ്ട, ഇനിമേലെ ഒരു അശുദ്ധിയും വേണ്ട. അവൻ ആ ചോര വരണ്ട തോട്ടിലൂടെ അക്കരെ കയറി. ആ രക്തം നമുക്ക് വേണ്ടി ചോരത്തുള്ളിയായി പുറത്തു വന്നു, ഉയർപ്പായി പുറത്തു വന്നു. അത് തൊട്ടപ്പുറത്താണ് ഗൊൽഗോഥ. അവിടെ അവൻ ചങ്ക് വിരിച്ചു കൊടുത്തു, കൈകൾ വിരിച്ചു കൊടുത്തു. അവൻ്റെ ചങ്കിൽ ചോര പുറത്തു വന്നു. അവൻ ശപിക്കപ്പെട്ടവനായി മരത്തിൽ തൂക്കപ്പെട്ടു. എന്നാൽ അവൻ കല്ലറടക്കപ്പെട്ട് പുതിയ ഉടമ്പടി നിലവിൽ വരികയാണ്. ഹല്ലേലൂയ. അവൻ ഉയർത്തിരിക്കുന്നു. ഒന്ന് ആത്മാവിൽ ഉല്ലസിച്ചാണ്ട്, ഇതൊന്നും ബുദ്ധിപിടിക്കുന്ന കാര്യമല്ല. ഒന്ന് ആത്മാവിൽ ഉല്ലസിച്ചാണ്ട്, ഓരോ ഭാഷ ഐ കമാൻഡ്, ഐ ഇംപാർട്ട് എ സ്പെഷ്യൽ ബ്ലെസ്സിംഗ് upon the people. I request Lord you open their hearts. ഒരു വെളിപ്പാട് നൽകിയാട്ട് മഹാത്മ്യം ഇതിനവധിയുണ്ടോ രഹസ്യമേ, മഹാത്മ്യം ഇതിനവധിയുണ്ടോ രഹസ്യം. ഏക പോയല്ലോ ബലി കഴിവതിന, ഏക പൊന്നായ തിരുജ നാരർക്കു വേണ്ടി നോറുങ്ങി, പൊന്നായ നോറുങ്ങി ഒന്നോ തിരുരക്തം ചൊരിയുകെന്നോ ഒന്നോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ പിതാവേ, നിന്റെ മക്കളെല്ലാവരും കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വെളിപ്പെടുത്തിയ വചനങ്ങൾക്കായിട്ട് സ്തോത്രം. അത് ആത്മാവും ജീവനുമായി അങ്ങ് വാഴ്ത്തുന്നു. ഈ ഉപവാസപ്പാത ഇരിക്കുമ്പോൾ ആത്മാവിൻ്റെ അകത്തരങ്ങളിലേക്ക് ഈ ദൈവിക വചനങ്ങൾ ജീവനായി മാറട്ടെ കർത്താവേ. അത് ചൈതന്യമായിട്ട് മാറട്ടെ കർത്താവേ. വരും ദിനങ്ങളിൽ കരുത്തുറ്റവരായിട്ട് ദൈവമേ നിൻ്റെ ഹിതം നിവൃത്തിമാരെ ശക്തരാക്കണമേ. കരങ്ങളെ കേൾപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.